മരുന്നോ ഓപ്പറേഷൻ കൊണ്ടോ ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. പക്ഷേ സ്വയം തിരുത്താൻ തയ്യാറായാൽ ജീവിതശൈലി രോഗങ്ങൾ മാറും. ജീവിതശൈലി സംവാദം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ മുഖ്യ വിഷയം ഉറക്കം എന്ന മരുന്നാണ്. ആദ്യമായിട്ട് ഡോക്ടർ ജോളിയോട് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനാണ് പറയാൻ. ബേസിക്കലി നമ്മൾ ആരെങ്കിലും ഹെൽത്തിനെ കുറിച്ചല്ല നമ്മൾ ഒരിടത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ഡോക്ടറോ അല്ലെങ്കിൽ ഏത് ചികിത്സകനാണെങ്കിലും അവരുടെ ഒരു ബേസിക് അവരുടെ ക്വാളിഫിക്കേഷൻസ്, അവരെന്താണ് പഠിച്ചത്, എവിടെയാണ് ട്രെയിനിങ്, ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അപ്പം ഞാൻ പറയുന്നത് മനസ്സിലാക്കും. അതിനെ എത്ര സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് അറിയണമെങ്കിലും ബേസിക്കലി എന്നെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിട്ട് വേണം. ഞാൻ ഡോക്ടർ ജോളി തോംസൺ, 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് MGPസും അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് MDയും പാസ്സായി. അത് കഴിഞ്ഞ് സ്പെഷ്യൽ ട്രെയിനിങ് സർജറിയിലും മെഡിക്കൽ ആസ്പെക്റ്റ് ഓഫ് റീപ്രൊഡക്റ്റീവ് മെഡിസിനിലുമാണ് സ്പെഷ്യൽ ട്രെയിനിങ്ങിലും കഴിഞ്ഞിട്ട് ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97 റിസൈൻ ചെയ്ത ശേഷം തേവരയിൽ എറണാകുളത്ത് ലൈഫ് കെയർ സെൻറ്റർ പ്രാക്ടീസ് ചെയ്യുന്നു. ലൈഫ് കെയർ സെൻറ്റർ ഫോർ റിവേഴ്സിങ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ് ബേസിക്കലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പം ബേസിക്കലി നമുക്കറിയാം, നമ്മൾ എത്ര മരുന്ന് കഴിച്ചു കഴിഞ്ഞാലും നമ്മൾ ഈ കാണുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ്, ഇതൊന്നും മാറുകയില്ല. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം മാത്രമേ ഒരു ആശ്വാസം കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒന്ന് മാറി ചിന്തിക്കാനും അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പ്രോട്ടോകോൾ, സെൽ ആക്ടിവേഷൻ പ്രോട്ടോകോൾ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തഡോളജിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബേസിക്കലി ഇതിനകത്ത് കാണുന്ന എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എത്ര യൂഷ്വലി ലൈഫ് സ്റ്റൈൽ 10, 60 അല്ലെങ്കിൽ 50 വയസ്സ് കഴിയുമ്പോഴേക്കും ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ളവർക്ക് ഒരു അസുഖമായിരിക്കില്ല ഉണ്ടാകുക. പലതരം ഉണ്ടാകും. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷന്, ഫാറ്റി ലിവർ, കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടാകാം, അതുപോലെ ലിവറിന് പ്രോബ്ലം ഉണ്ടാകാം. അപ്പം ഈ പല അസുഖങ്ങൾക്ക് നമുക്ക് ഒന്നിച്ച് തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ കുറച്ചുകൊണ്ട് വരാനും മരുന്നുകളിൽ നിന്ന് മാറാൻ പറ്റും. പലപ്പോഴും പല സർജറീസും, പ്രത്യേകിച്ചും മുട്ടുമാറ്റിവെക്കൽ പോലെയുള്ളത്, ആൻജിയോഗ്രാം, ബൈപ്പാസ്, പേസ് മേക്കർ സർജറി, ഇങ്ങനെ പല സർജറീസും ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളതുമാണ് ഞാൻ കാണുന്നത്. ഉറക്കം എന്ന മരുന്നാണല്ലോ നമ്മുടെ വിഷയം. അപ്പം ശരിക്കും എല്ലാവർക്കും അറിയാം, ഉറക്കം കുറവുണ്ടെങ്കിൽ ക്ഷീണം വരും, പിന്നെ പലർക്കും ഉറങ്ങാനായിട്ട് തന്നെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് കാരണം അസുഖങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പം ശരിക്കും ഈ ഉറക്കം എന്ന മരുന്ന് എന്ന് പറയുമ്പോൾ ഉറങ്ങി നമുക്ക് അസുഖങ്ങൾ മാറ്റാൻ സാധിക്കുമോ? എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ? എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സയൻറ്റിഫിക് സ്റ്റഡീസൊക്കെ പറയുന്നു അതിനൊരു മരുന്നിൻ്റെ സ്വഭാവം ഉണ്ടെന്ന്. ഡെഫിനറ്റ്ലി. കാരണം നമുക്ക് നമ്മുടെ റെസ്റ്റ്, നമ്മളെ ബോഡിയെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ 24 മണിക്കൂറിലുള്ളത് 3-1 ഉറങ്ങണം എന്നുള്ളതാണ്. അത് കുട്ടികളാണെങ്കിൽ 10 to 12 hours ഉറങ്ങണം എന്നുള്ളതാണ്. കാരണം അത് ഗ്രോത്തിനും ഇമ്പോർട്ടൻ്റ്. അതായത് ഒരു ഗ്രോത്തിൻ്റെ ഭാഗം തന്നെയാണ് നമ്മുടെ റിപ്പയർ വർക്ക്. നമ്മുടെ ബോഡി ഓരോ സെക്കൻഡിലും മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെൽസ്. അപ്പോൾ പഴയ പല സെൽസും ഡൈ ചെയ്യുന്നുണ്ട്, അതിന് പകരം പുതിയത് വന്നുകൊണ്ടിരിക്കുക. കുട്ടികളിലാണെങ്കിൽ അത് കുറച്ചും കൂടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ വരും. പ്രായമായി മൾച്ചറായിട്ടുള്ളവർക്കാണെങ്കിൽ അല്ലാതെ നമ്മുടെ റിപ്പയർ വർക്കിന് വേണ്ടിയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതെല്ലാം കറക്റ്റായിട്ട് നടക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മളുടെ ഉറങ്ങുന്ന സമയത്താണ്. അതായത് എഴുന്നേറ്റിരിക്കുമ്പോൾ നമ്മളുടെ ആക്ടിവിറ്റീസ് എല്ലാം നമ്മുടെ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിരിക്കും. ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ബ്രെയിനിന് റെസ്റ്റ് കിട്ടുക. ബ്രെയിനിന് മാത്രമല്ല, മസിലിന്, ബോണിന്, മസിലും ബോണുമാണല്ലോ നമ്മളെപ്പോഴും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ജോയിൻസ്, ബ്രെയിന് ഉള്ള നെർവ്സ് എല്ലാം, ഇവരെല്ലാം റെസ്റ്റ് ചെയ്യുന്ന ഈ ടൈമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ റെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മളുടെ ഈ ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റഡ് ആകുന്നത്. നമ്മൾ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് ഇൻസുലിൻ ലെവൽ കൂടുതലായിരിക്കും, പല സ്ട്രെസ് ഹോർമോണുകളൊക്കെ ഉണ്ടാവും. അതിൻ്റെയൊക്കെ പ്രസൻസിൽ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് പ്രോപ്പർലി വർക്ക് ചെയ്യാനും ഈ ഡാമേജ്ഡ് ആയിട്ട് സെല്ലുകളെയൊക്കെ നശിപ്പിക്കണം. ഇതുവരെ കെമിക്കൽ ഫ്യൂണറലാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് എല്ലാം നമ്മുടെ ബോഡിയിൽ എപ്പോഴും ക്യാൻസർ സെൽസും ഡാമേജ്ഡ് DNA ഡാമേജ് ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിനെല്ലാം മാറ്റുന്ന സമയം നമ്മുടെ ഉറക്കത്തിൻ്റെ സമയമാണ്. ഈവൻ നമ്മളുടെ ബ്രെയിനിൽ നമ്മളൊന്ന് നമുക്ക് ബ്രെയിനിലൊരു സ്പെഷ്യൽ
സിസ്റ്റം ഉണ്ട് അവിടുത്തെ പ്രോട്ടീൻ നമ്മുടെ വേസ്റ്റ് മാറ്റാനൊക്കെ ഉള്ളത്. ആ ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയും. നമ്മുടെ ബോഡിയുടെ മറ്റു ഭാഗത്തൊക്കെ ലിംഫാറ്റിക്സ് എന്ന് പറയും. അതിന് പകരം ബ്രെയിനിൽ വന്ന് ലിംഫാറ്റിക്സ് ആണ്. അത് ആക്ച്വലി അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് നമ്മുടെ ഈ ഓരോ നെർവിന് ചുറ്റിയുണ്ട്. ഈ നമ്മളുടെ ഈ ബ്രെയിനിനകത്തൊരു സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്നുണ്ട്. അത് നമ്മൾ ഓരോ സെല്ലിൻ്റെയും ഈവൻ അതിൻ്റെ നെർവ് സെൽസ് കണ്ടിട്ടുണ്ടാവും ഒരു വാല് പോലെ കിടക്കുന്നത്. ഇതെല്ലാം ചുറ്റിയുണ്ട്. അപ്പോൾ ഈ ഫ്ലൂയിഡിൻ്റെ ഒഴുക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓരോ ഹാർട്ട് ബീറ്റ് അനുസരിച്ചും നമ്മൾ ഈ ഫ്ലൂയിഡും അതിനകത്ത് നമുക്ക് ബ്രെയിനിൻ്റെ MRIയിലൊക്കെ കാണാം. നമുക്കത് ഹാർട്ട് പമ്പ് ചെയ്യുന്ന പോലെ തന്നെ ബ്രെയിനിനകത്തും ഒരു പമ്പിങ് ഈ ഫ്ലൂയിഡ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കറക്റ്റാക്കി നമ്മളുടെ ആ ബ്രെയിനും ക്ലിയറായി നമ്മൾ ഓൾ സിസ്റ്റം ക്ലിയർ ആകുന്ന സമയമാണ് ഈ ഉറക്കത്തിൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രോഗികൾ കൂടുതൽ സമയം ഉറങ്ങുകയും ചെയ്യും. നമ്മൾ ഒരു പോള് നടത്തിയിട്ടാണ് നമ്മൾ ഈ ഫോക്കസ് ടോപ്പിക്ക് ചൂസ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ നടത്തിയപ്പോൾ ഈ തവണത്തെ ഫോക്കസ് ടോപ്പിക്കായിട്ട് ഫാറ്റി ലിവറാണ് കണ്ടത്. ഈ ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ശരിക്കും അതൊരു കോമൺ പ്രോബ്ലമാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ അത് മാനേജ് ചെയ്യാവുന്നതാണ്. പിന്നെ അത് വല്ല സീരിയസ് ആകുമ്പോൾ ആണ് നമുക്കതിൽ ആക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ളത് എന്നൊക്കെയാണ്. എന്താണ് ശരിക്കും ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ബേസിസ്? ഫാറ്റി ലിവർ നമ്മൾ വളരെ കോമൺ ആണ്. നമ്മളൊരു 100 പേരിൽ ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുത്താൽ അതിനകത്ത് 95 പേർക്കും ഫാറ്റി ലിവർ ഉണ്ടാകാനാണ് ഇപ്പോഴത്തെ സാധ്യത. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ മാറി. നമ്മളുടെ എനർജി യൂസേജ്, അത് ഫിസിക്കൽ ആക്ടിവിറ്റിയിലാണല്ലോ എനർജി ഉപയോഗിക്കുന്നത്, അത് കുറഞ്ഞു. പക്ഷെ ഫുഡിൻ്റെ അളവ് കൂടുകയും ചെയ്തു. അതിൽ തന്നെ ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാതെ ഈ കാർബോഹൈഡ്രേറ്റും ഫാറ്റും മാത്രമായിരിക്കും. അതായത് എനർജി സോഴ്സ് മാത്രമാണ്. ഇപ്പം നമ്മൾ കഴിക്കുന്ന ഈ ബേക്കറി ഐറ്റംസ് എല്ലാം അതിനകത്തൊക്കെ കാർബും ഫാറ്റും മാത്രമാണ്. ഫാറ്റ് തന്നെ ഏറ്റവും വേഴ്സ് ഫാറ്റാണ്. ഹൈഡ്രജനേറ്റഡ് ഫാറ്റും ട്രാൻസ് ഫാറ്റും ആയിരിക്കും. കാർബോഹൈഡ്രേറ്റ് തന്നെ ഇപ്പം നമ്മൾ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ മൈദയാണ് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഷുഗർ പോയിട്ട് ഇപ്പോൾ അത് ഫ്രക്ടോസ് സിറപ്പായി. അത് ഫ്രക്ടോസ് എന്ന് പറഞ്ഞ് അതായത് ഭയങ്കര മധുരമുള്ള ഒരു സാധനം. അതാണ് നമ്മളിപ്പോൾ ഈ കേക്ക്. ഇനിയിപ്പം ന്യൂ ഇയറും സീസണൊക്കെ വരാൻ പോവുകയാണ്. ക്രിസ്മസും ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യപ്പെടുന്ന ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു സാധനമാണ് കേക്ക്. അതൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടേ കഴിക്കാവുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം നമ്മുടെ ലിവറിനാണ് പ്രോബ്ലം ഉണ്ടാക്കുന്നത്. നമ്മൾ ഫാറ്റ് കഴിക്കണമെന്നില്ല. നമ്മൾ കാണുന്നത് മാത്രമല്ല ഫാറ്റ്. അതുപോലെ നമുക്കിപ്പം നട്ട്സ് ഒക്കെ ഭയങ്കര ഫ്രീലി അവൈലബിൾ ആണ്. ഓയിൽ വളരെ ചീപ്പാണ് പഴയ കാലത്തെ വെച്ച് നോക്കുമ്പോൾ. എല്ലാതും ഫ്രൈസ് മാത്രമല്ല, നമ്മൾ ഈ കറികളിലൊക്കെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കൂടുതൽ ഓയിൽ ആഡ് ചെയ്യും. ആ ഓയിലും മധുരവും സ്വീറ്റും ഉപ്പും ഇതെല്ലാമാണ് നമുക്ക് ടേസ്റ്റ് തരുന്നത്. അപ്പോൾ ഇത് ഈ ഹൈഡ്രജനേറ്റഡ് ഫാറ്റും ഈ മൈദയാകുമ്പോൾ ഇതെല്ലാം നന്നായിട്ട് അതുമായിട്ടങ്ങ് മിക്സ് ചെയ്യും. ഭയങ്കര ടേസ്റ്റി ഫുഡായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം ഈ സാധനങ്ങളെല്ലാം വരുമ്പോൾ നമ്മുടെ ലിവറിനാണ്. കാരണം നമ്മൾ എന്ത് കഴിച്ചാലും ഇൻഡസ്ട്രിയിൽ നിന്ന് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ അബ്സോർബ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഡൈജഷനൊക്കെ വെരി സിമ്പിളാണ്. ഈ ഫാറ്റിൻ്റെയും അതുപോലെ തന്നെ ഈ റിഫൈൻഡ് സ്റ്റാർച്ചിൻ്റെയും. ഇപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് ലിവറിലേക്ക് ചെല്ലും. ആ ലിവറാണ് ഇതിനെല്ലാം ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത്. അത് മാത്രമല്ല, ഈ റിഫൈൻഡ് സാധനങ്ങൾ വേണ്ടത്ര ന്യൂട്രീഷൻ ഉണ്ടാവില്ല. ലിവറിന് വേണ്ട എന്തിനേയും ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അതിന് വൈറ്റമിൻസ്, 14 തരം വൈറ്റമിൻസ് ഉണ്ട്, മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, പല മിനറൽസ് ഉണ്ട്. പിന്നെ ഇതെല്ലാം ആവശ്യത്തിനുണ്ടെങ്കിൽ മാത്രമേ ലിവറിന് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനും ഓവറായിട്ട് കാർബും ഫാറ്റും ചെല്ലുകയും ചെയ്യും. അതിൻ്റെ കൂടെ വേണ്ട ന്യൂട്രീഷൻ ഇല്ലാതെ വരുമ്പോൾ ലിവറിൻ്റെ ഫങ്ഷൻസ് തെറ്റും. അതിൻ്റെ തുടക്കമാണ് ഫാറ്റി ലിവറായിട്ട് കാണുന്നത്. എല്ലാവർക്കും ഉണ്ടെന്നും പറഞ്ഞ് എന്നാൽ പിന്നെ എല്ലാവർക്കും ഉള്ളതാണല്ലോ എനിക്കും ഇരിക്കട്ടെ എന്ന് കരുതി നിന്നാൽ പ്രോബ്ലം വരാം. അതിൽ പ്രത്യേകിച്ച് എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിലരിൽ പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്ത് വന്നിരിക്കും. പൊതുവേ ഉള്ള ഒരു നമ്മളിങ്ങനെ കേൾക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ലിവറിൽ ഇങ്ങനെ ഫാറ്റ് അടിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഈ ഫാറ്റി ലിവർ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഫാറ്റി ലിവർ ഇങ്ങനെ അഴിച്ച് കളയാനായിട്ട് ജ്യൂസ് കുടിക്കുക, ചില സ്പെഷ്യൽ ജ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. അത് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഫാറ്റ് ഇങ്ങനെ ലിവറിൽ നിന്ന് അങ്ങ് വിട്ടുപോകും എന്നൊക്കെ. അതിലൊക്കെ എന്താണ് സത്യം? ഇതിലാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ആര് മെഡിക്കൽ
രീതിയിൽ അല്ലെ ഒരു ആരോഗ്യത്തെക്കുറിച്ചൊരു അഡ്വൈസ് തരുമ്പോൾ അവരെന്താണ് പറയുന്നത്, അതിൻ്റെ ബേസ് എന്താണെന്ന് മനസ്സിലാക്കണം. ഇപ്പം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചെയ്താൽ ഈ ജ്യൂസ് അങ്ങ് കുടിച്ചാൽ ഇപ്പം പോവും, അങ്ങനെ കുറേ കാണാറുണ്ട്. ആ പറയുന്നവരുടെ എന്ത് ബേസിലാണ് അവർ പറയുന്നവരെന്നോ അവരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ മോഡേൺ മെഡിസിൻ ഡോക്ടറാണോ ആയുർവേദ ഡോക്ടറാണോ ഹോമിയോ ഡോക്ടറാണോ, ഇതൊന്നും ഇല്ലാതെ ഒരു അവരുടെ ഒരു ഐഡൻറ്റിറ്റിയും പറയാതെ പറയുന്ന വീഡിയോകൾക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഞാൻ കാണാറുള്ളത്. അതിനൊക്കെ ഇങ്ങനെ മില്യൺസ് വ്യൂസ് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ അപ്പം മലയാളം വീഡിയോകളിലാണ് ഇങ്ങനത്തെ ഇതൊക്കെ കൂടുതൽ ഇങ്ങനെ കാണുന്നത്. അതുകൊണ്ട് മലയാളികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊക്കെ ഫോളോ ചെയ്യാനായിട്ട് പലരും ഉണ്ടാവും. ഈവൻ ഡോക്ടേഴ്സ് ആന്ന് പറയുന്നവരാണെങ്കിൽ പോലും നമുക്കിപ്പം അത് ചെക്ക് ചെയ്യാൻ പലരും ഉണ്ട്. നമ്മുടെ ഇടയിൽ ഇഷ്ടം പോലെ ഡോക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നവരുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. പലരും ഇങ്ങനെ ലെങ്തി ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ പല ഇതിലും പല പ്രശ്നങ്ങളും ഉണ്ട്. മറ്റ് പല സ്പെഷ്യാലിറ്റി ഈവൻ ഒരു ഒരു ഈ ഫാർമസിസ്റ്റിൻ്റെ ഒക്കെ ക്വാളിഫിക്കേഷൻ നമുക്ക് ഇപ്പോഴും ആരുടേത് വേണേലും നമ്മൾ അവരുടെ ലൈസൻസ് അടിച്ച് നോക്കിയാൽ അറിയാം. പക്ഷെ ഡോക്ടർമാരുടെ ഇന്നും പ്രോപ്പറായിട്ട് നമുക്കൊരു ഡോക്ടറിൻ്റെ ക്വാളിഫിക്കേഷൻ ചെക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇന്നും നമുക്കായിട്ടില്ല. ഇപ്പം റീസെൻ്റ്ലി ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു 1 ഇയർ ബാക്ക് വരെ നമ്മളൊരു ഡോക്ടറിൻ്റെ ഒരു ഇത് കഴിച്ചു കൊടുത്താൽ അദ്ദേഹം എവിടെ പഠിച്ചതാണ്, അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്നത് ഒന്നും അറിയാൻ പറ്റില്ല. മോഡേൺ മെഡിസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ബാക്കിയുള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത്. പിന്നെ ഫാറ്റി ലിവർ, എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഫാറ്റി ലിവർ ഒരു ജ്യൂസ് കഴിച്ചോ ഒരു ഗുളിക കഴിച്ചോ ഒന്നും മാറിയല്ല. മോഡേൺ മെഡിസിനിൽ ആകെ ലിവറിന് വേണ്ടിയിട്ട് ലിവറിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ബൈൽ സോൾട്ടിൻ്റെ ഫ്യൂ പ്രിപ്പറേഷൻസ് ഉണ്ട്. ബൈൽ സോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പിത്തരസം ഉണ്ടല്ലോ, അത് ലിവർ നമുക്ക് ഡൈജഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഇതാണ്. അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട്. അതല്ലാതെ വേറെ ഒരു മോഡേൺ മെഡിസിൻ മരുന്നുകളും ഇല്ല. പിന്നെ ഈ മഞ്ഞപ്പിത്തമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ കുറച്ച് ആൻറ്റിവൈറലോ അങ്ങനത്തെയൊക്കെ ഉണ്ട്. അല്ലാതെ ഒരു സ്പെസിഫിക് മെഡിസിൻ ഇല്ല. അപ്പം നമുക്കറിയാം മോഡേൺ മെഡിസിനിൽ ഒരു മഞ്ഞപ്പിത്തം വന്ന് ഹെപ്പറ്റൈറ്റിസ് എ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഛർദിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ട്രിപ്പ് ഇട്ട് ഇച്ചിരി വൈറ്റമിൻ ഒക്കെ ഇട്ട് ട്രിപ്പ് തരും. അത് മാത്രമേ ചെയ്യാനുള്ളൂ. ഒരു സപ്പോർട്ടീവ് മെഷർ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ആകെ ചെയ്യുന്നത് ലിവർ പോയി കഴിഞ്ഞ് കംപ്ലീറ്റ് ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ലിവർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ചിന്തിക്കാം. അത് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കാം. മോഡേൺ മെഡിസിനിൽ അത്രയേ ഉള്ളൂ. പിന്നെ ആയുർവേദത്തിലൊക്കെ പലതരം മരുന്നുകളും പച്ചമരുന്നുകളും ഒക്കെ ഉള്ളതായിട്ട് നമുക്കറിയാം. പക്ഷെ അതിനെക്കുറിച്ച് എനിക്ക് ക്ലിയർ ആയിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അത് മനസ്സിലാക്കി ഇത് ചെയ്യാം. ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ജ്യൂസ് കൊണ്ടൊന്നും പറ്റുകയില്ല. നമ്മൾ ആയുർവേദത്തിൽ ഇതുണ്ടെങ്കിൽ അതിന് പറ്റിയ ആയുർവേദത്തിൽ ഡോക്ടേഴ്സിനെ കണ്ട് അതിന് വേണ്ടിയിട്ട് എടുക്കുക. പിന്നെ എന്ത് മരുന്ന് എടുക്കുമ്പോഴും ലിവർ ഫംഗ്ഷനും കിഡ്നി ഫംഗ്ഷനും നോക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെയാണ് ചിലപ്പം മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റ് വരാവുന്നത്. സാധാരണ ഇപ്പം വെരി കോമൺ ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ടെസ്റ്റിന് ചെക്കപ്പിനൊക്കെ പോകുമ്പോൾ ഫാറ്റി ലിവർ എന്നും പറഞ്ഞ് കാണുമല്ലോ. അപ്പോൾ ഈ ഫാറ്റി ലിവർ എന്ന് കാണുമ്പോൾ ഈ പലരും വളരെ യങ് ആയിട്ടുള്ളവരായിരിക്കും ഈ ഫാറ്റി ലിവർ എന്നും പറഞ്ഞ് കാണുന്നത്. 20-25 വയസ്സുള്ളവർക്ക് വരെ അങ്ങനെ കാണുന്നുണ്ട്. അതേസമയം പ്രായം കൂടിയവരും ഉണ്ടാവും. അപ്പം ഈ ഫാറ്റി ലിവറിന് ഗ്രേഡ് 1 2 അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ ആദ്യം ശരിക്കും ആ ആ റിസൾട്ട് കേൾക്കുന്ന ആള് എന്താണ് ചിന്തിക്കേണ്ടത്? ഫാറ്റി ലിവർ എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കേണ്ടത് ഞാൻ ഗ്രേഡ് 1 ആണേ തുടക്കമുള്ളൂ, ഞാൻ ഇപ്പോഴെങ്കിലും കണ്ടുപിടിച്ചല്ലോ എന്ന് ആശ്വസിക്കുക. അപ്പം അതിൻ്റെ ചില ഫാറ്റി ലിവറിൽ അതിൻ്റെ കൂടെ സൈസ് ഇത്തിരി കൂടിയെന്നായിരിക്കും മിക്കവാറും കാണുന്നത്. ലിവറിൻ്റെ സൈസ് എൻലാർജ്ഡ് എന്നാണ് അതിൻ്റെ അർത്ഥം, ഫാറ്റ് കൂടുതൽ കെട്ടിയിട്ടുണ്ടെന്നാണ്. പക്ഷേ ലിവറിൻ്റെ സൈസ് ചുരുങ്ങി ഇത്തിരി ഫാറ്റി ലിവറും ആണെങ്കിൽ നമ്മൾ കൂടുതൽ ഡേഞ്ചറസ് ആണ്. അവർക്ക് ഓൾറെഡി ഫൈബ്രോസിസിലേക്ക് പോയിട്ടുണ്ടാവും. ഫാറ്റി ലിവറിൻ്റെ സൈസ് കൂടുതലുമാണ്, കുറച്ച് ഫാറ്റി ലിവറും ഉണ്ട്. ഗ്രേഡ് 1 or 2 ഒക്കെ ആണെങ്കിൽ നമുക്കത് റിവേഴ്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ 3-4ലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 3-4ലേക്ക് വരുമ്പോഴേക്കും ഓൾറെഡി ഫൈബ്രോസിസും സിറോസിസും എത്തിയിട്ടുണ്ടാവും. സിറോസിസ് എന്ന് പറഞ്ഞാൽ ഫൈബ്രോസിസ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അതൊരു ഈ നമ്മളുടെ നോർമലായിട്ടുള്ള സെല്ലിന് പകരം ഫൈബ്രസ് സെല്ല്, സ്കാർ ടിഷ്യൂ, അല്ലെങ്കിൽ നമ്മൾ വടുക്കൾ വരിക എന്ന് പറയുമല്ലോ. നമ്മളൊരു മുറിവ് വന്നു കഴിഞ്ഞാൽ അത് ഇത് ചെയ്യുമ്പോൾ അവിടെ ഒരു മുറിവിൻ്റെ ഇത് വരുമല്ലോ. അതിൽ തന്നെ ഒരു കീലോയിഡ് പോലെ മുഴച്ച് വരികയല്ലേ ചിലരിലുണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ ലിവറിനകത്ത് കീലോയിഡ് പോലെ വരുന്നതിനാണ് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. അത് നോൺ ഫങ്ഷണൽ ലിവർ സെൽസ് ആണ്, ഫൈബ്രോസ്ഡ് സെൽസ് ആണ്.
അതിന് അങ്ങനത്തെ വരുമ്പോഴാണ് ലിവറിനകത്തെ പ്രഷർ കൂടാൻ തുടങ്ങും. അപ്പം അതാണ് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ. അപ്പം നമ്മൾ പോർട്ടൽസ് ഇപ്പം നമ്മൾ ലിവറിനെ കുറിച്ച് അല്ലെങ്കിൽ സ്കാനിങ് റിപ്പോർട്ടൊക്കെ കാണുമ്പോൾ അറിയാം, പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ, എവിഡൻസ് ഓഫ് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ കാണും. അതായത് നമ്മളുടെ രക്തക്കുഴലുകൾ വലുതാകാൻ തുടങ്ങുന്നു, അതിന് വികസിക്കുന്നു. കാലയിലൊക്കെ രക്തക്കുഴൽ വലുതാകുകയില്ല എന്ന് പറഞ്ഞാൽ ലിവറിനകത്തെ രക്തക്കുഴൽ വലുതാകുന്നു, അത് രക്തത്തിൻ്റെ ഓട്ടം പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് ലിവർ പോയി നമ്മൾ ഈ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കും. അന്നേരം ഈ ഈസോഫാഗസ് അന്നനാളത്തിനകത്തും ഈ വലിയ വലിയ രക്തക്കുഴലുകൾ, അതായത് ഈസോഫാഗൽ വെരിസസ് എന്ന് പറയും. ഈ ലിവറിൻ്റെ പ്രശ്നം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ രക്തം ഛർദ്ദിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ അകത്തെ പ്രഷർ കൂടി അത് ശരിക്കും നമ്മുടെ ബോഡി ഒരു ബൈപ്പാസ് മെക്കാനിസം തുടങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിപ്പോൾ അതിനെന്താ സാധാരണ മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനത്തെ രക്തക്കുഴലുകൾ കാണുമ്പം അതിനെ കൊണ്ട് ബാൻഡ് ചെയ്യും, അതിനെ അങ്ങ് ബ്ലോക്ക് ആക്കി കളയുക ചെയ്യുന്നത്. അതായത് അവരിനി രക്തം ഛർദ്ദിക്കാതിരിക്കാൻ എന്നുള്ള ഒരിതിലാണ്. പക്ഷെ അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സയൻറ്റിഫിക്കലി നോക്കിയാൽ അതൊരു തെറ്റായ രീതിയാണ്. ബ്ലീഡിംഗ് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് പോയി നമ്മൾ ബാൻഡിങ് ഇടുമ്പം നമ്മുടെ ബോഡി നാച്ചുറലായിട്ട് കൊളാറ്ററൽ സർക്കുലേഷൻ ഉണ്ടാക്കുക, അതായത് രക്തത്തിന് ലിവറിനകത്തൂടെ നേരെ അത് നമ്മളുടെ ബ്ലഡിലേക്ക് കയറണം. ആ ഒരു ഫ്ലോ കറക്റ്റ് ആകാത്തത് കൊണ്ട് ഈ ബ്ലഡിനെ വേറെ രീതിയിൽ കൊണ്ടുപോകാൻ നോക്കുന്ന ആ വഴിയും കൂടെ നമ്മൾ അടച്ചു കളയുന്ന ഒരു ഇതാണ് മോഡേൺ മെഡിസിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാൻഡിങ്ങും സ്ക്ലീറോതെറാപ്പിയൊക്കെ ആവശ്യമാണ്. നമുക്കൊരു ബ്ലീഡിങ് വന്നത് നിർത്താൻ അത് ആവശ്യമാണ്. പക്ഷെ ഇതില്ലാത്തപ്പം നമ്മൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ അത് ബ്ലോക്ക് ചെയ്യാനല്ല നോക്കണ്ടേ, നമ്മൾ ലിവറിന് എന്താ പറ്റിയിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അത്, നമ്മുടെ ഫുഡാണ് തന്നെ അതിനകത്ത് പ്രശ്നം വരുത്തുന്നത്. അത് ഏതാണെന്ന് മനസ്സിലാക്കി നമ്മൾക്ക് ലിവറിനൊരു കപ്പാസിറ്റി ഉണ്ട്, ഇതിന് റീഗ്രോ ചെയ്യാൻ പറ്റും. ഈ ലിവറിൻ്റെ റിപ്പയർ പോസിബിലിറ്റി എടുത്ത് നമുക്ക് ആ അസുഖത്തിൽ നിന്ന് മാറാൻ നോക്കുക, അല്ലാതെ നമ്മൾ ആ സിംറ്റംസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ട് അല്ല എടുക്കേണ്ടത്, രോഗത്തിൽ നിന്ന് മാറാനാണ് നോക്കേണ്ടത്. അടുത്തത് ഈ പിള്ളേരിൽ, കൊച്ചു പിള്ളേരിൽ വരെ ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ കാണും എന്ന് പറയാറുണ്ട്. 12 വയസ്സും 13 വയസ്സൊക്കെ ഉള്ള പിള്ളേർ. അപ്പം പറയുന്നത് ഈ ഫാറ്റി ലിവറിൻ്റെ ദൈർഘ്യമാണ് ശരിക്കും ഒരു വലിയ പങ്ക് ഈ ഫൈബ്രോസിസും സിറോസിസിലേക്കൊക്കെ പോകാൻ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഈ വളരെ ചെറുപ്പത്തിലേ വരുന്നത് ഒരു പുതിയ കാര്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെറുപ്പത്തിലെ 12ഉം 13ഉം 15ഉം വയസ്സിലൊക്കെ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു 30-35 വയസ്സാകുമ്പോൾ അവർക്ക് സിറോസിസും ഫൈബ്രോസിസൊക്കെ ആവാം, ഫൈബ്രോസിസും സിറോസിസൊക്കെ വരാം എന്ന് പറയുന്നു, അൺലെസ് അവർ അത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പിള്ളേരെ ഏത് രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ ട്രീറ്റ് ചെയ്യാൻ സാധിക്കുക? ഇത് വളരെ സിമ്പിളാണ്. പിള്ളേർക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ കാർബോഹൈഡ്രേറ്റും ഫാറ്റും ചെല്ലുന്നു. കാർബോഹൈഡ്രേറ്റും ഫാറ്റും എന്തിലാണ് ഉള്ളത്? നമ്മൾ ഈ കഴിക്കുന്ന ബേക്കറി ഐറ്റംസ് എല്ലാം. അത് മാത്രമല്ല, ചോറ്, ചപ്പാത്തി, ഫ്രൂട്ട്സ്, ഇതിലെല്ലാം കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. അതിൻ്റെയൊക്കെ അളവ് കുറയ്ക്കണം. അപ്പം നമ്മൾ അളവ് കുറയ്ക്കുമ്പോൾ നമുക്ക് പിന്നെ എടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റായിട്ട് ഉള്ള ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസുമാണ്. അത് നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ വരുന്ന ഫ്രൂട്ട്സ് അല്ല നമ്മൾ എടുക്കേണ്ടത്. പുറത്തുനിന്നൊക്കെ വരുന്ന ഫ്രൂട്ട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എന്തൊക്കെ അത് ചെയ്തിട്ടാണ് അത് ഇത്രയും ദിവസം ഇവിടെ വന്നിട്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ലോക്കലി ഉള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസുമാണ് കഴിയുന്നതും കഴിക്കാൻ നോക്കേണ്ടത്. അപ്പം ബാക്കിയുള്ള പുറത്തുനിന്ന് വരുന്നതനുസരിച്ച് അതിനകത്തെ കെമിക്കലും കൂടിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യം ഓർക്കാം. പിന്നെ റിഫൈൻമെൻറ്റ് കുറഞ്ഞ് കൂടുതലും ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈലിന് പിള്ളേരൊന്നും കളിക്കുന്നില്ലല്ലോ, കമ്പ്യൂട്ടറിലോ മൊബൈലിലോ കുത്തിയാണ് പിള്ളേരിരിക്കുന്നത്. ആ കുട്ടികൾക്ക് നമ്മൾ കൂടുതൽ ഫ്രൂട്ട്സും ഫുഡ് കൊടുക്കുമോ? പ്രത്യേകിച്ച് നമ്മൾ എന്തോരം കാഡ്ബറി, അപ്പം എല്ലാവരുടെയും വീട്ടിലൊരു കുറേ പേരെങ്കിലും ഉണ്ടാകും പുറത്ത് രാജ്യങ്ങളിൽ. അവരെല്ലാം വരുമ്പോൾ കൊണ്ടുവരുന്ന ഏറ്റവും അവർക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാവുന്ന സാധനം സ്വീറ്റ്സാണ്. ശരിയാണ്, സ്വീറ്റ്സ് തിന്നാൻ എല്ലാവർക്കും, നമുക്ക് ആർക്കും നല്ല ബ്യൂട്ടിഫുള്ളി കവറായിട്ടുള്ള സ്വീറ്റ്സൊക്കെ കാണുമ്പോൾ നമുക്ക് കൊതി വരും, നമ്മൾ തിന്നും. അത് തന്നെയാണ് ഈ കുട്ടികളുടെ പ്രശ്നം. നമ്മൾ ഏറ്റവും അവരെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് മേടിച്ചു കൊടുക്കുന്നത് നമ്മൾ പേസ്ട്രിയും ഈ സ്വീറ്റ്സുമാണ്. അതാണ് ഏറ്റവും ദോഷമായിട്ടുള്ള, അവരുടെ ലിവറിനെ മാത്രമല്ല അവരുടെ ബ്രെയിനിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ പിള്ളേർ ഇറിറ്റബിൾ ആവുകയും അവർ മിസ്ബിഹേവ് ചെയ്യുകയും അഡിക്ഷനിലേക്കൊക്കെ പോവുകയും ചെയ്യുന്നതിന് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ ബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്ന ഫാറ്റ് വെച്ചാൽ, നമ്മൾ മസിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രോട്ടീനാണ്, പക്ഷെ ബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്ന ഫാറ്റ് വെച്ചാൽ ആ ഫാറ്റിൻ്റെ കണ്ടന്റ് തെറ്റിയാൽ എല്ലാം തെറ്റും.
ഇപ്പം പണ്ടൊക്കെ നമ്മൾ കരുതുന്നത് നമ്മൾ ബ്രെയിനാണ് എല്ലാം നമ്മളെ കൺട്രോൾ ചെയ്യുന്നതെന്നാണ്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് മനസ്സിലാകുന്നത് എന്താ, ഫാറ്റാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിൽ ഫാറ്റിൽ നിന്ന് വരുന്ന ചില കെമിക്കലുകൾ, ഫാറ്റ് തന്നെ ഒരു ഹോർമോൺ ഗ്രന്ഥിയാണ്. ആ ഹോർമോൺ ഗ്രന്ഥി, ലെപ്റ്റിൻ, സോ മെനി ഹോർമോൺസ് ആർ ദർ. അതൊക്കെ ഓരോരോ ആക്ഷൻ, അതാണ് നമ്മുടെ ബ്രെയിനിനോട് പറഞ്ഞ് ബ്രെയിനിനെ കൺട്രോൾ ചെയ്യുന്നതെന്നാണ്. അപ്പം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഫുഡിനകത്തുള്ള ഒമേഗ 3, ഒമേഗ 6 എന്നുള്ള 2 ഫാറ്റ് ഉണ്ട്. അതാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ, നമ്മുടെ ബോഡിയിലെ എല്ലാ ആക്ടിവിറ്റീസ്, നമ്മളുടെ ഓരോ സെല്ലിനെയും കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫാറ്റാണ്. ഫാറ്റി ബൈലെയറാണ്. രണ്ട് അടുക്കുള്ള ഇത് വെച്ചാണ് നമ്മുടെ എല്ലാ മെംബ്രെയിൻസും കവർ ചെയ്യുന്നത്, ഓരോ സെൽ വൈസ്. അപ്പം ഇതിലെല്ലാം ഫാറ്റാണ് അതിൻ്റെ ഒരു മെസ്സഞ്ചറായിട്ട്, നമ്മുടെ ന്യൂക്ലിയസ് ബ്രെയിൻ, ഓരോ സെല്ലിനകത്തേക്കുള്ള മെസ്സഞ്ചറായിട്ട് വർക്ക് ചെയ്യുന്നത് ഇതാണ്, ബ്രെയിനിൽ വർക്ക് ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ ഫാറ്റ്, നമ്മൾ ഏത് ഫാറ്റാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ച്വലി അടുത്ത പാർട്ട് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ലാസ്റ്റ് വീക്കിൽ ഉണ്ടായിരുന്ന കുറച്ച് കമൻസ് നമ്മൾ ഒന്ന് ചൂസ് ചെയ്തിട്ട് അതിന് ഉത്തരം പറയാനാണ് ശ്രമിക്കുന്നത്. അതിൽ ഒന്ന് ശരിക്കും സംശയം എന്താണെന്ന് വെച്ചാൽ ഈ ഹാർട്ട് അറ്റാക്ക് സിംറ്റമും പിന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലവുമായിട്ട് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടും ഒരുപോലെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് പലർക്കും ഗ്യാസാണോ അല്ലെങ്കിൽ നെഞ്ചിരിച്ചിലാണോ അസിഡിറ്റി ആണോ അതോ ഹാർട്ടിൻ്റെ ആണോ എന്ന് സംശയം വരാം. ഹാർട്ടിൻ്റെ നമുക്ക് ടിപ്പിക്കലി നമ്മൾക്ക് കൈയുടെ ലെഫ്റ്റ് ഹാൻഡിലേക്ക് റെഫറേഡ് പെയിന്, താടയിലേക്ക് അല്ലെങ്കിൽ ചീക്കിലേക്ക് ഒക്കെ വരുന്നത് നമുക്ക് കുറച്ചും കൂടെ ഹാർട്ടിൻ്റെ ആണെന്ന് എടുക്കാം. അതേസമയത്ത് നെഞ്ചിൻ്റെ സെൻട്രൽ വരുന്നത് നമുക്ക് പലതും സംശയം തോന്നും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമുക്ക് എപ്പോഴും എമർജൻസി മെഡിസിൻസ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ടാവണം. അതിനകത്ത് പ്രിലിമിനറി നമ്മൾ കഴിക്കുന്ന ഒരു ആൻറ്റാസിഡ്, നമ്മൾ പല ഇതുണ്ട്, അതിൻ്റെ ടാബ്ലറ്റ്സും കിട്ടും, ആൻറ്റാസിഡ്സ് ടാബ്ലറ്റും ഉണ്ട്, അതുപോലെ തന്നെ സിറപ്പും കിട്ടും. അത് ഒരെണ്ണം, ടാബ്ലറ്റ് ആണെങ്കിൽ 1-2 ചവച്ച് കഴിക്കുക, മറ്റാണെങ്കിൽ സിറപ്പ് എടുക്കുക. അപ്പം നമുക്കറിയാം ആസിഡിറ്റി ആണെങ്കിൽ അതപ്പം തന്നെ. അതുകൊണ്ട് ഒരു ആശ്വാസം കിട്ടുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ സീരിയസ് ആയിട്ട് കാണണം. ഇമ്മീഡിയറ്റ്ലി ഒരു ആശ്വാസം കിട്ടുന്നില്ല. പിന്നെ ഓൾറെഡി ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണെങ്കിൽ, നമുക്ക് ഓൾറെഡി സ്റ്റെൻറ്റ് ഇടുവോ അങ്ങനത്തെ പ്രോബ്ലംസ് ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, മിക്കവാറും ഒരു നാക്കിനടിയിൽ ഇടാനുള്ള ടാബ്ലറ്റ് തന്നിട്ടുണ്ടാവും. ഇന്ന് സംശയം തോന്നിയാൽ ആ നാക്കിനടിയിൽ ഈ സിറപ്പ് കഴിക്കുക, എന്നിട്ട് നാക്കിനടിയിലുള്ള ഇടാനും എടുക്കുക. അത് അപ്പം നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് ആയി അപ്പം തന്നെ, ആസിഡ് ആണെങ്കിലും. പിന്നെ നമുക്കൊരു സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു ട്രൊപ്പോണിൻ ടെസ്റ്റ്. അതൊരു ട്രൊപ്പോണിൻ എന്ന് പറയുന്നത് നമ്മൾ ബ്ലഡിൽ, അതായത് ഒരു എന്തെങ്കിലും അറ്റാക്ക് വരുമ്പോഴാണല്ലോ ഹാർട്ട് അറ്റാക്ക് ആണോ എന്ന് നമുക്ക് സംശയം തോന്നുന്നത്. അപ്പോൾ അറ്റാക്ക് വന്നിട്ടുണ്ടോ എന്ന് അറിയാനുള്ള ഒരു ടെസ്റ്റാണ്. അത് വേദന വന്ന് 2-3 മണിക്കൂർ എടുക്കുമ്പോഴേക്കും അത് പോസിറ്റീവ് ആവുള്ളൂ. അപ്പോൾ ആ ടെസ്റ്റും കൂടെ, ട്രൊപ്പോണിൻ ടെസ്റ്റും കൂടെ ചെയ്യാം. ട്രൊപ്പോണിൻ ടെസ്റ്റിൽ പോസിറ്റീവ് ആണ്. പിന്നെ ഉള്ളത് ECG ആണ്. ഡെഫിനറ്റ്ലി ECG അവൈലബിൾ ആണെങ്കിൽ, അറ്റാക്ക് ആണെങ്കിൽ നമുക്ക് ECGയിൽ അറിയാൻ പറ്റും. ഒരു ST സെഗ്മെന്റ് എലിവേഷൻ എന്നൊക്കെ പറഞ്ഞ് ചില ചേഞ്ചസ് വരുത്തും. അപ്പം ECG ചെയ്യാം, ട്രൊപ്പോണിൻ ടെസ്റ്റ് ചെയ്യാം, ഹാർട്ടിൻ്റെ സംശയം നിൽക്കുന്നുണ്ട്. എപ്പോൾ വേദന വന്നു കഴിഞ്ഞാലും തിരിച്ചറിയാനായിട്ട് നമ്മൾ ആൻറ്റാസിഡ് എടുക്കുക. അല്ലാതെ നമ്മളിപ്പോൾ ഡോക്ടറിൻ്റെ അടുത്തോട്ട് ഓടിപ്പോയാലും ഡോക്ടറിനും അതൊക്കെ തന്നെ തരാൻ പറ്റുള്ളൂ. അപ്പം അതൊക്കെ നമ്മൾ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉണ്ടാവണം. കാരണം നമ്മളൊരു ആശുപത്രിയിൽ ചെന്ന് അവരൊരു ഡോക്ടർ നോക്കി, ചിലപ്പോൾ അവിടെ ഇരിക്കുന്ന, ഇപ്പോൾ ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും ഒരു ജൂനിയേഴ്സ്, ഒരു MBBS മാത്രമുള്ള ഒരു ഡോക്ടറായിരിക്കും, ജസ്റ്റ് നെയിം സേക്ക് ആയിരിക്കും. അവരൊന്നും വലിയ എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നില്ല, അത്ര എക്സ്പോഷർ ഒന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ അവരുടെയൊക്കെ നമ്മൾ വളരെ ലിമിറ്റഡ് ഇതേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നാൽ എല്ലാം നമ്മളുടെ കാര്യം എത്തിയെന്ന് നമ്മൾ കരുതരുത്. ഡോക്ടേഴ്സിനും അതിൻ്റെതായ ഡെഫിഷ്യൻസീസ് ഉണ്ടാകും, ജൂനിയർ ആയിട്ടുള്ളവർക്കും. അല്ലാതെ നമ്മൾ നേരെ ചെന്ന് കഴിഞ്ഞാൽ കാർഡിയോളജിസ്റ്റിനെ അല്ലല്ലോ കാണുന്നത്. അപ്പോൾ പലതരം പ്രോബ്ലംസും വരും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകണം. അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പേഷ്യൻസ് എല്ലാം ഒരു എമർജൻസി മെഡിസിൻ കിറ്റ് കൊടുത്തിട്ട് എന്തൊക്കെയാണ് സാധാരണ കാര്യങ്ങൾക്കെല്ലാം അതെങ്ങനെ ഉപയോഗിക്കണമെന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. ഹാർട്ട് പേഷ്യൻസിനാണെങ്കിൽ പ്രത്യേകിച്ചും നമ്മൾ ഹാർട്ടിൻ്റെ സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളതും പറഞ്ഞു കൊടുത്തിട്ടായിരുന്നു. അങ്ങനെ അതിനെക്കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഒരു ജനറലി ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു ചോദ്യം എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു രീതിയിൽ ലൈഫ് സ്റ്റൈല് കറക്റ്റ് ചെയ്ത് ജീവിതശൈലി
രോഗങ്ങൾ മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും റിവേഴ്സ് ചെയ്യാനും ശ്രമിക്കുന്നത്. ഇത് വേറെ ഇപ്പം ട്രിവാൻഡ്രത്തോ അല്ലെങ്കിൽ കാലിക്കറ്റോ വേറെ എവിടെയെങ്കിലും ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഇത് പോസിബിൾ ആവുക? അവിടെ ഇങ്ങനെ വല്ലതും ഉണ്ടോ എന്നൊക്കെയാണ് ചോദ്യം. ബേസിക്കലി ഇപ്പം ഞാൻ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഞാൻ ഈ ചെയ്യുന്ന പോലെയുള്ള CSLC ക്യാപ്പ് എന്നുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഇവിടെ തേവര ലൈഫ് കെയർ സെൻറ്ററിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ലോകത്തിൻ്റെ എവിടെയുള്ളവർക്കും എടുക്കാൻ പറ്റുന്നത് പോലെയാണ്. പക്ഷെ ഒരു 15 ഡേയ്സ് എങ്കിലും ഒരു 3 വിസിറ്റെങ്കിലും ഇപ്പോൾ കേരളത്തിലുള്ളവരാണെങ്കിൽ നമ്മൾ ആദ്യം ഇപ്പം അകലെ നിന്നുള്ളവരാണെങ്കിൽ ഒരു ടെലിമെഡിസിൻ കൺസൾട്ടേഷനായിട്ട് അവരുടെ പ്രോബ്ലംസ് എന്താണ്, അവർക്ക് അതിൻ്റെ എല്ലാ ആസ്പെക്റ്റും മനസ്സിലാകണമല്ലോ, കോസ്റ്റ് ഫാക്ടറും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കോസ്റ്റ് ഫാക്ടറൊക്കെ ജസ്റ്റ് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. പിന്നെ കൺസൾട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കത് എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്താണെന്ന് പറഞ്ഞു തരാൻ പറ്റുക. ഇപ്പം എങ്ങനെയുള്ളവരിപ്പം നമ്മൾ യൂഷ്വലി ഇപ്പം 3 നേരം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റ്, അപ്പം അങ്ങനെയുള്ള ഡയാലിസിസിൽ ഓൾറെഡി ആയി 1 വർഷമായി 2 വർഷമായി 3 ടൈംസ് ഡയാലിസിസ്, അത്തരം പേഷ്യൻസിനെ ഒന്നും നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ പറ്റില്ല. പിന്നെ അവർക്കൊരു ബേസിക് നമ്മൾ സ്ട്രോക്കൊക്കെ വന്നു മെമ്മറിയും എല്ലാം പോയി അങ്ങനെ, അതായത് നമുക്ക് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്കൊരു ബേസിക് ഒരു അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് ചെയ്യാനും പറ്റുന്നവരാവണം. ഈവൻ നമുക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, ആർത്രൈറ്റിസ് ഒന്നും 2 മുട്ട് മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞവർക്കാണെങ്കിൽ പോലും കുഴപ്പമില്ല, നമ്മൾ ഇതിനകത്ത് കിടന്നുകൊണ്ടുള്ള എക്സസൈസാണ് വരുന്നത്. അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് അതിനകത്തൊന്ന് മാറാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പം ബാക്ക് പെയിനോ മറ്റ് പല പ്രോബ്ലംസ് ഉള്ളവർക്കും തന്നെ പറ്റും. പക്ഷെ അപ്പോൾ അത് ഒരു കൺസൾട്ടേഷനിൽ കൂടെ നിങ്ങൾ ഫിറ്റാണ്, നമ്മൾ ഇത് പ്രോപ്പറാണോ എന്ന് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ദൂരെ നിന്നൊക്കെ വന്നു കഴിഞ്ഞിട്ട് വെറുതെ വരുന്നതും ഒക്കെ ബുദ്ധിമുട്ടാകും. പിന്നെ അത് മാത്രമല്ല, നേരത്തെ അകലെ നിന്നുള്ളവർ നേരത്തെ കൺസൾട്ടേഷൻ എടുത്തിട്ട് വരുവാണെങ്കിൽ അവർക്ക് വരുന്ന ദിവസം തന്നെ ഏറ്റവും മിനിമൈസ് ചെയ്യാൻ പറ്റും, വിസിറ്റ്സ് മിനിമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു മിനിമം ഒരു 3 വിസിറ്റ്സ് അവർ വരേണ്ടി വരും. അപ്പം പുറത്തുനിന്നുള്ള ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഒക്കെ ഗൾഫിൽ നിന്നൊക്കെ ആണെങ്കിലും വന്നു പോകുന്നവരുണ്ട്. 4-5 hours ഫ്ലൈറ്റ് അല്ലേ ഉള്ളൂ. അപ്പം ഷോർട്ട് ഡിസ്റ്റൻസിൽ നിന്നുള്ളവർക്കാണെങ്കിൽ അതും വീക്കെൻഡ് വന്നു പോയി ചെയ്യാവുന്നത് പോലെ ഇതും ചെയ്യുന്നുണ്ട്. ഓർ ഒരു 1 or 2 weeks or 3 weeks കേരളത്തിൽ തന്നെ താമസിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് 3 ആഴ്ച കൊണ്ടല്ല 2 ആഴ്ച കൊണ്ട് ട്രീറ്റ്മെൻറ്റ് തീരുന്നില്ല. 3 to 6 months ആണ് നമ്മൾ കറക്ഷൻ. ശരിക്കും പലപ്പോഴും പലരുടെ മരുന്നുകളൊക്കെ തന്നെ ഒരു മാസം കൊണ്ട് തന്നെ നിർത്താൻ പറ്റും. ഞങ്ങൾക്ക് സാധാരണ കാണുന്ന പേഷ്യൻസിനൊക്കെ പലതരം രോഗങ്ങളുണ്ടാവും, ടു മെനി ഐറ്റംസും ഉണ്ടാവും, കുറേ മരുന്നുണ്ട്. പല ടൈപ്പ് പേഷ്യൻസിനെ കാണാറുണ്ട്. ജസ്റ്റ് വെയിറ്റ് കുറയ്ക്കാൻ അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ ഫാറ്റി ലിവർ മാത്രമായിട്ടുള്ളവരും ഉണ്ട്, അല്ലാതെ മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഉള്ളവരുണ്ട്. മിക്കവാറും മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഉള്ളവർക്കൊക്കെ തന്നെ 1 മാസം കൊണ്ട് തന്നെ മരുന്നെല്ലാം കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ അകലെ നിന്നുള്ളവരും ഒത്തിരി പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ കൊച്ചിയിൽ ഒരു 1 month താമസിച്ച് അത് കഴിഞ്ഞ് കറക്റ്റ് ചെയ്ത് തിരിച്ചു പോവുക. അതാണ്. പിന്നെ ഉള്ളതൊക്കെ നമുക്ക് ഓവർ ദ ഫോണായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് അങ്ങനെയുള്ള അസുഖങ്ങൾ ഉള്ള പലർക്കും ഈ മരുന്നുകൾ കുറച്ചാൽ കൊള്ളാമെന്നുണ്ടാവും. ബിക്കോസ് അവർക്കൊക്കെ ഒരു ഫിയർ ഉണ്ടാവും, ഈ മരുന്നുകൾ ലോങ് ടേം ആയിട്ട് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇങ്ങനെ ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് ഒരു എക്സാമ്പിളായിട്ട് ഈ മിക്സഡ് കണക്റ്റീവ് ടിഷ്യൂ ഡിസീസിൻ്റെ കാര്യത്തിലാണ് ഒരു സംശയം പറയുന്നത്. അപ്പോൾ ഈ മരുന്നില്ലാതെ എങ്ങനെയാണത് പോസിബിൾ ആണോ, എന്താണ് അതിൻ്റെ പോസിബിലിറ്റി എന്നുള്ളതാണ്. ഏറ്റവും ഇപ്പം നമുക്ക് ഒത്തിരി കോമൺ ആയിട്ട് കാണുന്ന SLE, റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വളരെ കോമൺ ആണ്. ഫൈബ്രോമയാൾജിയ, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, ഇതെല്ലാം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലാണ്. അപ്പോൾ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, തൈറോക്സിനും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. നമ്മൾ തൈറോയിഡിനെ അത് ഓൾറെഡി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അത് കുറച്ച് കഴിയുമ്പോഴേക്കും അത് ജോയിൻറ്റിനെ വരും. അപ്പോൾ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയും. പിന്നെ അത് ചിലപ്പോൾ അത് SLE ആയിട്ട് മാറും, കിഡ്നിയെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും, ലിവറിനെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ മൾട്ടിപ്പിൾ ഓർഗനിലേക്ക് പോകും അത്. അപ്പം അത് ഇപ്പം വളരെ വളരെ കോമണാണ് ഈ ഇങ്ങനത്തെ കാര്യം വരുന്നത്. അപ്പം ഇതിനകത്ത് കഴിക്കുന്ന മരുന്നുകളാണേലും യൂഷ്വലി മോഡേൺ മെഡിസിനിൽ തരുന്ന മരുന്നുകൾ ഒന്ന് ഇമ്മ്യൂണോ സപ്രസൻസ് ആണ്. അതായത് സ്റ്റീറോയിഡ്സ് പോലെയുള്ള ഇമ്മ്യൂണിറ്റിയെ സപ്രസ് ചെയ്യുന്ന മെഡിസിൻ. ഇമ്മ്യൂണിറ്റിയുടെ ഓവർ ആക്ടിവിറ്റി കൊണ്ടാണ്, അതായത് നമ്മളുടെ
ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സെല്ലുകൾക്ക് തന്നെ ഒരു സെൻസ് പോയി ഒരു ഭ്രാന്ത് പിടിക്കുന്നത് പോലെ നമ്മളെ തന്നെ അറ്റാക്ക് ചെയ്യുക. അപ്പം നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ സെല്ലുകൾ പോയി നമ്മളുടെ തൈറോയിഡിനെ അറ്റാക്ക് ചെയ്യുന്നു, നമ്മളുടെ ജോയിൻറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു, നമ്മളുടെ ഹാർട്ടിനെ അറ്റാക്ക് ചെയ്യുന്നു, നമ്മുടെ ലിവറിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പം അതാണ് നമ്മൾ ഇൻറ്റേർണൽ ഫൈറ്റാണ് നടക്കുന്നത്, ഒരു ആഭ്യന്തര യുദ്ധം നടക്കുന്നത് പോലെയാണ്. അപ്പം ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യേണ്ടത്. അപ്പം മോഡേൺ മെഡിസിനിലെ മരുന്നുകൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ആൻറ്റി മെറ്റബോളൈറ്റ് എന്ന് പറയും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ സെല്ലുകളെ ഉണ്ടാക്കുന്നത് നമ്മൾ വെള്ള രക്താണുക്കളും അതാണല്ലോ ആൻറ്റിബോഡീസും ഒക്കെ ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ ബോൺ മാരോ ഇല്ല. അപ്പോൾ ഈ ബോൺ മാരോയെ സപ്രസ് ചെയ്ത് ഇതങ്ങ് ഉണ്ടാക്കലങ്ങ് നിർത്തിക്കുക. അതിനാണ് ഈ മെത്തോട്രെക്സേറ്റ് എന്നൊക്കെ പറഞ്ഞ മരുന്ന് ഉപയോഗിക്കുന്നത്. അപ്പം മെത്തോട്രെക്സേറ്റ് ബോൺ മാരോ മാത്രമല്ല, ലിവറിനെയും എല്ലാ സ്ഥലത്തെയും നമ്മളുടെ റിപ്പയർ വർക്കുകളെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇൻ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷന് നമ്മൾ കഴിക്കുന്ന മരുന്നുകളെല്ലാം ഇമ്മ്യൂണോ സപ്രസൻ്റാണ്. നമ്മൾ ഇമ്മ്യൂണിറ്റിയെ ഒന്ന് എനർജൈസ് ചെയ്ത് നമ്മൾ ഹീലിംഗ് ആഗ്രഹിക്കുക ചെയ്യുന്നത്. എന്നാലേ നമുക്ക് ഹീലിംഗ് പറ്റുള്ളൂ. നമ്മളുടെ ബോഡി തന്നെ നമ്മളുടെ റിപ്പയർ വർക്ക് ചെയ്ത് അത് കറക്റ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഈ ഓരോ മരുന്നുകൾ ഇതിന് ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ കഴിയുന്നത് നമ്മൾ നേരത്തെ തന്നെ മരുന്നുകൾ കുറച്ചുകൊണ്ട് വരാൻ നോക്കും. ഇപ്പം ബി പി കുറയുന്നതനുസരിച്ച് ബി പിയുടെ മരുന്ന് നിർത്തും. ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ ഡയബറ്റീസിൻ്റെ മരുന്ന് നിർത്തും. ബി പിയുടെ മരുന്ന് ബി പി കുറയുന്നതനുസരിച്ച് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കൊളസ്ട്രോൾ കുറയുന്നതനുസരിച്ച്. കാരണം കൊളസ്ട്രോളൊക്കെ നമ്മളുടെ ബോഡി ബിൽഡിങ്ങിന് അത്യാവശ്യമുള്ളതാണ്. ഓരോ സെല്ലിൻ്റെയും ഒരു ഇൻറ്റഗ്രൽ പാർട്ടാണ് കൊളസ്ട്രോൾ. അപ്പം നമ്മളുള്ള സ്റ്റാറ്റിൻ എല്ലാം കൊടുത്ത് കൊളസ്ട്രോൾ കുറച്ചുകൊണ്ട് നമ്മൾ ബോഡി റീബിൽഡ് ചെയ്യാൻ നോക്കിയാൽ നടക്കുകയില്ല. അത് പോസിബിൾ അല്ല. അത് അൺസയൻറ്റിഫിക്കാണ്. നമ്മൾ ശാസ്ത്രം കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ കറക്റ്റായിട്ട് നമ്മൾ മരുന്നുകൾ കുറച്ചുകൊണ്ട് വന്ന് നിർത്തി നമ്മളുടെ സിംറ്റംസ് കുറയണം, അതുപോലെ തന്നെ ബോഡി പാരാമീറ്റേഴ്സ് കറക്റ്റ് ചെയ്യണം, ബ്ലഡ് റിപ്പോർട്ട്സും കറക്റ്റ് ആവണം. അപ്പം ഇപ്പോൾ ഈ പർട്ടിക്കുലർലി ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിൻ്റെ കാര്യത്തിൽ പൊതുവെ ഒരു ധാരണ അത് ജനറ്റിക് ആയിട്ട് വരുന്നതാണ്, ഫാമിലിയിലുള്ളതാണ്. അപ്പം അങ്ങനെ ഉള്ള ഒരു സംഗതിയാണെങ്കിൽ ഞാൻ ലൈഫ് സ്റ്റൈല് കറക്റ്റ് ചെയ്താൽ എനിക്കതിൽ നിന്ന് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുമോ ഇല്ല എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിനുള്ള എന്താണ് നമുക്ക് ഉത്തരവുള്ളത്? എല്ലാ ഡിസീസിനും തന്നെ ഒരു ജനറ്റിക് പ്രിഡിസ്പൊസിഷൻ ഉണ്ടാകും. അതായത് നമുക്ക് ഡയബറ്റീസിന്, ഹൈപ്പർ ടെൻഷന്, ഹാർട്ട് ഡിസീസിന് അച്ഛനോ അമ്മയ്ക്കോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ഡെഫിനറ്റാണ്. പക്ഷേ നമുക്ക് ഈ ജനറ്റിക് പ്രിഡിസ്പൊസിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഈ ജീൻസിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല, DNA മാറ്റാൻ പറ്റില്ല. പക്ഷെ എല്ലാ DNAസും എക്സ്പ്രസ് ചെയ്യണമെന്നില്ല. അത് എക്സ്പ്രസ് ചെയ്യുന്ന സാഹചര്യം അനുസരിച്ചാണ്. നമുക്കറിയാം, നമുക്ക് 23 പേഴ്സാണ് ക്രോമസോംസാണ്. അത് അച്ഛനിൽ നിന്ന് കിട്ടിയതുകൊണ്ട് അമ്മയിൽ നിന്ന് കിട്ടിയതുകൊണ്ട്. അതുകൂടാതെ തന്നെ നമ്മളുടെ ക്രോമസോംസിലെ എല്ലാം പല ഭാഗങ്ങളും സൈലൻ്റാണ്, പലരും സപ്രസ്ഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പം ഏതിനെ ആക്ടിവേറ്റ് ചെയ്യണം, ഏതിനെ റിപ്രസ് ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു സ്വിച്ച് ഓൺ ആക്കണം ഓഫ് ആക്കണം എന്നുള്ളത് നമ്മുടെ ജീവിതശൈലിയാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഡയബറ്റീസ്, അച്ഛനും അമ്മയ്ക്കും ഡയബറ്റീസ് ഉണ്ട്, അതിൻ്റെ കൂടെ നമ്മളൊരു സെഡൻറ്ററി ലൈഫും നന്നായിട്ട് ബേക്കറി ഐറ്റംസും പേസ്ട്രിയും എല്ലാം ഇഷ്ടം പോലെ കഴിച്ചും, അല്ലെങ്കിൽ ചോറ് ഇഷ്ടം പോലെ കഴിച്ചും നല്ല ഒബേസിറ്റിയും കൂടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫാസ്റ്റായിട്ട് വരും. അതേസമയത്ത് നമ്മൾ ഫാമിലിയിലായിട്ട് അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മളുടെ ബോഡിയിലെ ഫാറ്റിൻ്റെ അളവാണ് കൺട്രോൾ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ബേസിക്കലി നമ്മളുടെ ഫാറ്റാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഫാറ്റിൻ്റെ അളവും അതിൻ്റെ കോമ്പോസിഷനും, ബോഡിയിലെ ഫാറ്റ് ആണുങ്ങളിലാണെങ്കിൽ ഒരു 15% ഒക്കെയും, ലേഡീസിനാണ് മാക്സിമം 25%ആണ് വരാവുന്നത്. അപ്പോൾ അതിലൊക്കെ ഒത്തിരി ഒത്തിരി കൂടി കഴിയുമ്പോഴേക്കും നമ്മൾ ഓരോ അസുഖത്തിലേക്ക് പോകുന്നത്. അപ്പം പലരും ചോദിക്കും, എന്നാൽ പിന്നെ എന്തല്ലേ വളരെ മെലിഞ്ഞിരിക്കുന്നവർക്ക് അസുഖം ഉണ്ടല്ലോ എന്ന്. പക്ഷെ നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മെലിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ പോലും അവരുടെ ബോഡി കോമ്പോസിഷൻ എടുക്കുമ്പം അവരുടെ ഫാറ്റിൻ്റെ അളവ് കൂടുതലായിരിക്കും ഈ അസുഖമുള്ളവരിൽ മിക്കവാറും പേരിൽ. അല്ലാത്തവരും കാണാം. ഇനി അല്ല എന്നാലും ഇത് കറക്റ്റ് ആണെങ്കിൽ പിന്നെ അസുഖം എങ്ങനെ വന്നു എന്ന് നോക്കിയാൽ, ഒന്നെങ്കിൽ അവർക്ക് പല ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടാവും, അപ്പോൾ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രോപ്പർലി വർക്ക് ചെയ്യില്ല. ഇവൻ ഒരെണ്ണം വൈറ്റമിൻ ഡി കുറഞ്ഞാൽ മതി, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് കൺട്രോൾ ചെയ്യാൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റമിൻ ഡി. നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് എടുക്കാത്ത ഒരു 100 പേരെ നോക്കിയാൽ ഒരു 99 പേരും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആയിരിക്കും. അതൊക്കെ തന്നെ പലരുടെയും less than 5 ആ ലെവലിലാണ്
അത്ര ലോ ആയിട്ടാണ്. കാരണം നമ്മൾ സൂര്യപ്രകാശം കൊള്ളുന്നില്ല. സൂര്യപ്രകാശത്തിൽ പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ ബോഡി ഫുൾ കവർ ചെയ്ത് അതിൻ്റെ കൂടെ സൺസ്ക്രീനും കൂടി ഇട്ടിട്ടാണ് പോകുന്നത്. പിന്നെ എവിടെ നിന്ന് ഉണ്ടാവാനാ? ഈവൻ നമ്മൾ പാലിലും മുട്ടയിലും ഒക്കെയാണ് പിന്നെ കുറച്ച് നോൺ വെജ് ഐറ്റംസ് കഴിക്കുന്നവർക്ക് കുറച്ച് കിട്ടാം. അത് തന്നെ പശു പോലും ഇപ്പം വെയിൽ കൊള്ളുന്നില്ല. അപ്പോൾ അതിനകത്തും എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ കേരളത്തിലുള്ളവരുടെ വൈറ്റമിൻ ഡി ആണ് ഞാൻ ഏറ്റവും കൂടുതൽ കുറവായിട്ട് കാണുന്നത്. അത് ഇപ്പോൾ 1 വർഷമോ 2 വർഷമോ ഒന്നും അല്ല. ഐ എം ഫോളോയിങ് ഇറ്റ് ഫോർ ദ ലാസ്റ്റ് 20 years ഐ തിങ്ക്. അത് ഇപ്പം ഈ ഓരോ വർഷം ചെല്ലുന്തോറും അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി കൂടി വരികയാണ്. അപ്പം വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് എടുത്തില്ലെങ്കിൽ അല്ല എല്ലാവരും അത്, പ്രത്യേകിച്ച് നമുക്ക് റിപ്പീറ്റഡ് ഇൻഫെക്ഷൻസോ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക. ഞാനിപ്പോൾ ക്യാൻസർ പേഷ്യൻ്റ് ആണെങ്കിലും ഫാറ്റി ലിവർ പേഷ്യൻ്റ് ആണെങ്കിലും ഹാർട്ട് പേഷ്യൻ്റ് ആണെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാര്യം. അപ്പോൾ ഒരൊറ്റ നമുക്കറിയാം ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു ചെയിൻ റിയാക്ഷനാണ്. അതിൽ ഒരു കാര്യത്തിൻ്റെ കുറവ് വന്നാൽ മതി, ബാക്കിയുള്ളതെല്ലാം അവിടെ കിട്ടിക്കിടക്കും. ആക്ച്വലി കൊളസ്ട്രോൾ കൂടാൻ തന്നെ കാരണം എന്താ? ഈ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ്. കാരണം വൈറ്റമിൻ ഡി ഉണ്ടാക്കണമെങ്കിൽ കൊളസ്ട്രോൾ വേണം. അപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഒരു നാച്ചുറൽ മെക്കാനിസമാണ് കൊളസ്ട്രോൾ കൂടാനുള്ളത്. പിന്നെ ഒരു കോമൺ ആയിട്ട് വരുന്നൊരു ചോദ്യം ഈ BP റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിൻ്റെയാണ്. അവർ ചോദിക്കുന്നത് ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ടയർഡ്നെസ്സാണ് BP-യുടെ മെഡിസിൻസ് കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് 2ഉം 3ഉം മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നവർ. അപ്പം അങ്ങനെ ടയർഡ്നെസ് വരാതിരിക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക? നമ്മൾ ഈ മരുന്നുകളെല്ലാം കഴിക്കുമ്പം അതിനൊരു പെട്ടെന്നൊരു ഇഫക്റ്റ് വരും. അപ്പം നമ്മൾ BP അങ്ങ് താന്നു പോകും. താന്നു പോകുമ്പോൾ നമ്മളുടെ ബോഡിയിൽ കുറേ മെക്കാനിസംസ് ഉണ്ട്. അങ്ങനെയാണ് ഈ ബോഡി BP പിടിച്ചു നിർത്തുന്നത്. നമുക്ക് ഇരിക്കുമ്പോൾ ഉള്ളതും കിടക്കുമ്പോൾ ഉള്ളതും നിൽക്കുമ്പോൾ ഉള്ളതും എഴുന്നേറ്റ് നടക്കുമ്പോൾ ഉള്ളതും ഒക്കെ BPയിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിന് പലതരം സെൻസേഴ്സ് ഉണ്ട്. നമ്മുടെ രക്തക്കൊള്ളുകൾക്കകത്ത് സോ മെനി സെൻസേഴ്സ് ഉണ്ട്. അതുപോലെ ബ്രെയിനിനകത്ത് സെൻസേഴ്സ് ഉണ്ട്. ഇവരെല്ലാം കൂടി വളരെ കോംപ്ലക്സ് ആയിട്ടാണ് ഇതിനെ മാനേജ് ചെയ്യുന്നത്. നമ്മൾ ഈ ഓരോ മരുന്ന് കഴിക്കുമ്പോഴും ഇതിൻ്റെയൊക്കെ എവിടെയൊക്കെ പോയാണ്. കാരണം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻറ്റ് കാണുമായിരുന്നു. 6 തരം മരുന്നാണ് BPക്ക് തന്നെ കഴിക്കുന്നത്. 6 തരം മരുന്ന്. ഇതൊക്കെ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു എന്ന് പോലും ഒരു ഡോക്ടർക്കും പറയാൻ പറ്റില്ല. കാരണം അതിനെക്കുറിച്ചൊന്നും അറിവ് പോലും ഉണ്ടാവില്ല. ഓരോന്ന് ഇട്ടിട്ട് 6 തരം മരുന്ന് 2ഉം 3ഉം നേരം ഓരോന്നും പലതും കോമ്പിനേഷനും. ചില BP മരുന്നുകൾ 3 എണ്ണം ഒന്നിച്ചായിരിക്കും. ഇതെല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണം വരും. നമ്മളുടെ ഈ ഇലക്ട്രോലൈറ്റ് ഹോമിയോസ്റ്റേസിസ് എന്ന് പറയും. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇലക്ട്രോലൈറ്റ് ആണ് നമ്മളുടെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. കാരണം സോഡിയം പൊട്ടാസ്യം പമ്പ് എന്നുള്ള ഒരു ഇതുണ്ട്. അതാണ് ഓരോ സെല്ലിനെ നിലനിർത്തുന്നത് തന്നെ ഈ സോഡിയം പൊട്ടാസ്യം പമ്പാണ്. സോഡിയം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മൂവ്മെൻറ്റ്. ഈവൻ നമ്മളുടെ നെർവിൽ കൂടെയുള്ള കണ്ടക്ഷൻ, നമ്മുടെ ബ്രെയിൻ നമ്മളുടെ കൈയോട് പറയുന്നതും അല്ലെ കയ്യിലൊരു ചൂടിടിക്കുമ്പോൾ അതിനെ ബ്രെയിനിൽ എത്തിക്കുന്നത് എല്ലാം ഈ നെർവ് കണ്ടക്ഷൻ നടക്കുന്നത് സോഡിയം പൊട്ടാസ്യം പമ്പ് വെച്ചാണ്. അപ്പം ബേസിക്കലി നമ്മുടെ ഒരു റെസ്റ്റിംഗ് മെറ്റബോളിസത്തിൽ 30 to 60% എനർജി യൂസ് ചെയ്യുന്നത് പോലും ഈ സോഡിയം പൊട്ടാസ്യം പമ്പിനെ മാനേജ് ചെയ്യാനാണ്. അപ്പം ഈ സോഡിയം പൊട്ടാസ്യം പമ്പിനെയാണ് നമ്മൾ ഈ കൊടുക്കുന്ന സോഡിയത്തിനെയും പൊട്ടാസ്യത്തിനെയാണ് നമ്മൾ ഈ കഴിക്കുന്ന BP മരുന്നുകൾ എല്ലാം തന്നെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി മിക്കവാറും മരുന്നുകളെല്ലാം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സോഡിയത്തിനെ പുറത്തേക്ക് കളയാനും പൊട്ടാസ്യത്തിനെ പിടിച്ചു നിർത്താനും നോക്കും. അപ്പം നമ്മളുടെ ബോഡിയിൽ ഡയറ്റിൽ തന്നെ ഇന്നത്തെ മോഡേൺ ഡയറ്റിലെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ റിഫൈൻഡ് ഫുഡിലൊന്നും പൊട്ടാസ്യം ഇല്ല. അപ്പം ഈ പൊട്ടാസ്യത്തിൻ്റെ അളവ് തീരെ കുറവും, സോഡിയം നമ്മളെല്ലാത്തിനും ഉപ്പ് ഇട്ടുള്ള നമ്മൾ ഈ ബിസ്ക്കറ്റും ഈ ജങ്ക് ഫുഡിലെല്ലാം അതായാലും ഉപ്പ് കൂടുതലായിരിക്കും. അത് നമ്മൾ പല രീതിയിലുള്ള ഉപ്പ് മാത്രമല്ല, സോഡിയം ക്ലോറൈഡ് മാത്രമല്ല, ഈ പ്രിസർവേറ്റീവ്സ് ആയിട്ട് വരുന്ന എല്ലാം തന്നെ സോഡിയം സോൾട്ടാണ്. ഈവൻ ബേക്കിംഗ് സോഡ മുതൽ സോ മെനി. അപ്പം ഈ സോഡിയത്തിൻ്റെ അളവ് ഒത്തിരി കൂടുന്നു, പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറയുന്നു. ഇതാണ് ഇന്നത്തെ BPയുടെ കാരണം മാത്രമല്ല, ഹൈപ്പർ ടെൻഷൻ പ്രഷറിൻ്റെ ഇത് മാത്രമല്ല, നമ്മളുടെ സ്ട്രെസ്സിൻ്റെ കാരണം അതൊക്കെ തന്നെയാണ്. അപ്പം ഇതൊക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാച്ചുറലി നമ്മുടെ സ്ട്രെസ്സും കുറയും, ഹൈപ്പർ ടെൻഷനും കുറയും, ഈ മരുന്നിൽ നിന്നെല്ലാം മാറാം. ഞാനീ പറഞ്ഞ 6 ഗുളിക കഴിക്കുന്ന പേഷ്യൻ്റ് പോലും വിതിൻ എ മന്ത് നമുക്ക് ആ മരുന്നുകളെല്ലാം ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ BP കൺട്രോൾ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പം ബേസിക്കലി ആ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം നമുക്ക്.
ആക്ച്വലി നമ്മുടെ ഈ കമൻസിൻ്റെ സെക്ഷൻ ലാസ്റ്റ് വീക്കിൻ്റെ സെലക്റ്റഡ് ആയിട്ടുള്ളതിൽ അതിൽ നിന്നുള്ള സെലക്ട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചത്. അടുത്ത സെഗ്മെന്റ് നമ്മൾ കാണുന്നത് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു ഡോക്ടർ പ്രതീക്ഷിക്കുന്ന പേഷ്യൻസ് ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് ആ പേഷ്യൻറ്റിന് നല്ലത് എന്ന് തോന്നുന്ന ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ചോദ്യം, ഇപ്പം ഡോക്ടറിൻ്റെ അടുത്ത് വരുന്നൊരു പേഷ്യൻ്റ് ഡോക്ടറിനോട് ചോദിക്കണം എന്ന് ഡോക്ടർ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം എന്തായിരിക്കും? ഞാൻ ആഗ്രഹിക്കുന്നതും മറ്റ് ഡോക്ടേഴ്സ് ആഗ്രഹിക്കുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടാവും. കാരണം ഞാൻ ജീവിതശൈലി കറക്റ്റ് ചെയ്തുകൊണ്ട് രോഗം മാറ്റി മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവരെ അതിനകത്തുനിന്ന് മാറ്റി കൊണ്ടുവരാനാണ് എൻ്റെ ഇൻട്രസ്റ്റ് വരുന്നത്. പക്ഷെ സാധാരണ ഡോക്ടേഴ്സ് മരുന്ന് കൊടുക്കാനാണ്. അപ്പം അവരുടെ അടുത്ത് പോയി ചോദിക്കുന്നതും എൻ്റെ അടുത്ത് വരുന്നതും തമ്മിൽ അപ്പം വ്യത്യാസം വരും. ഇപ്പം ഞാനാണെങ്കിൽ ഒരു രോഗി ആഗ്രഹിക്കുന്ന ഡോക്ടറെ ഞാൻ ജീവിതശൈലി കറക്റ്റ് ചെയ്യാൻ എനിക്ക് വില്ലിങ്ങാണ്. ഞാൻ ഡോക്ടർ പറയുന്ന പോലെ ഫുഡും എക്സസൈസും ഒക്കെ ചെയ്തോളാം, എനിക്ക് ഈ മരുന്നിൽ നിന്ന് മാറിത്തരാൻ പറ്റുമോ, അല്ലെ എൻ്റെ ഈ രോഗം മാറി കിട്ടാൻ പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിക്കുന്നതാണ് ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ പേഷ്യൻ്റ് അതിന് പോകും. അപ്പം അത് കേൾക്കുമ്പോൾ തന്നെ ഐ ഫീൽ ഹാപ്പി. ദിസ് പേഷ്യൻ്റ് ഈസ് അവർ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഒരു അവബോധം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ ഈ സെയിം ചോദ്യം എനിക്ക് സാധാരണ ഒരു ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത്, കാരണം അവർ ആ രീതിയിലുള്ള ഓറിയൻറ്റേഷനിലല്ല വർക്ക് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളൊരു ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്, അപ്പം അവിടെ ഒരു ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്തു, അതിൽ പോസിറ്റീവാണ്. അപ്പം നമ്മൾ കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്താണ് ചെല്ലുമ്പം ഡെഫിനറ്റ്ലി ഒരു ആൻജിയോഗ്രാം ആയിരിക്കും പറയുന്നത്. ഒരു ആൻജിയോഗ്രാം ചെയ്യാം എന്നുള്ളത് നോക്കാം, ബ്ലോക്ക് എത്രയുണ്ട്. അപ്പം ബ്ലോക്ക് നോക്കുന്നതിൻ്റെ കൂടെ അവിടെ ട്രെഡ്മിൽ പോസിറ്റീവായ 90% ആൾക്കും എന്താണേലും ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ സ്റ്റെൻറ്റും കൂടി ഇടുക എന്നുള്ളതായിരിക്കും. പക്ഷെ ആ സെയിം പേഷ്യൻ്റ് അപ്പം അതേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ആ സെയിം പേഷ്യൻ്റ് എൻ്റെ അടുത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ടെസ്റ്റുകൾ നോക്കും, അവരുടെ രക്തക്കുഴൽ ബ്ലോക്കിൻ്റെ അളവുകൾ എത്ര ഉണ്ടെന്ന് നോക്കും. നമ്മൾ ബേസിക്കലി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാം ഉണ്ടാകുന്ന ഒരു ടെസ്റ്റുകളും കഴിയുന്നതും ഒഴിവാക്കുക എന്നുള്ളത്. അപ്പം ഹാം ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒന്നും ബ്ലഡ് ടെസ്റ്റുകളാണ്. അപ്പം നമുക്ക് പല മാർക്കേഴ്സ് ഉണ്ട് ഹാർട്ടിൻ്റെ. ട്രൊപ്പോണിൻ ഉണ്ട്, ലൈപ്പിഡ് പ്രൊഫൈലുണ്ട്, പിന്നെ ഇപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലൈപ്പിഡ് പ്രൊഫൈലുകളുണ്ട്. അതുപോലെ പ്ലാക്ക് ടെസ്റ്റ് ഉണ്ട്, പിന്നെ അൾട്രാസൗണ്ട് സ്കാനിങ്, ഡോപ്ലർ സ്റ്റഡി വെച്ച് നമ്മൾ CIMD എന്നൊക്കെ പറഞ്ഞ ടെസ്റ്റുകൾ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം എത്ര അധികം കൊഴുപ്പ് അടിഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മൾ ഈ കരോട്ടിഡ് ആർട്ടറി, നമ്മൾ ബ്രെയിനിലേക്ക് സപ്ലൈ ചെയ്യുന്ന കരോട്ടിഡ് ആർട്ടറി ഉണ്ട്, അതിൽ എത്ര കൊഴുപ്പ് അടിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു നമുക്കൊരു സാമ്പിളാണ്. അപ്പോൾ അതിനകത്തുണ്ടെങ്കിൽ അതനുസരിച്ച് എല്ലായിടത്തും ഉണ്ടാവും. പിന്നെ കാലിനൊക്കെ വേദനയുണ്ടോ, കാലിൽ അൾസറോ അല്ലെങ്കിൽ കാലിന് കറുപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ കാലിലെയും അതുപോലെ തന്നെ നോക്കാം, ഡോപ്ലർ വെച്ചിട്ട് ആർട്ടറിയിൽ എത്ര കൊഴുപ്പടിഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം. അപ്പം ഈ ടെസ്റ്റുകൾ വഴി നമുക്ക് ഹാർട്ടിൻ്റെ കണ്ടീഷൻസ് അറിയാം, അതുപോലെ മറ്റു കാര്യങ്ങളും അറിയാൻ പറ്റും. അപ്പം ഇതറിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഹാർട്ട് പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ആൻജിയോപ്ലാസ്റ്റിയോ ആൻജിയോഗ്രാമിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഇത് കറക്റ്റ് ചെയ്താൽ മതി എന്നുള്ളതായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ നമ്മൾ ആകെ ട്രെഡ്മില്ലാണല്ലോ പ്രോബ്ലം വന്നേ, അപ്പോൾ നമുക്ക് ഇതെല്ലാം ബോഡി കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും പോയി ട്രെഡ്മില്ല് നോക്കാം, എല്ലാ ബോഡി പാരാമീറ്റേഴ്സും കറക്റ്റ് ചെയ്യാം, എല്ലാ കാർഡിയാക് മാർക്കേഴ്സും കറക്റ്റ് ചെയ്യാം. ഇത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതായിരിക്കും ഈ സെയിം പേഷ്യൻ്റ് എന്നെ കണ്ടിട്ട് പിന്നെയും പോയി കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത്, ഇപ്പോൾ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടാവും കാർഡിയോളജിസ്റ്റായിട്ട്, പലർക്കും ഇപ്പം ഫാമിലിയിൽ ഇഷ്ടം പോലെ, എല്ലാ ഫാമിലിയിലും നമുക്കിപ്പം ഡോക്ടേഴ്സിൻ്റെ എണ്ണം കൂടി വരുവാണല്ലോ. കേരളത്തിൽ ഒരു ഫാമിലി പോലും കാണുകയല്ല ഡോക്ടേഴ്സ് ഇല്ലാത്തത്. അപ്പോൾ അവിടെ പോയി ചോദിക്കുകയാണെങ്കിൽ അവർ പറയും, ഡെഫിനറ്റ്ലി പറയും, അയ്യോ അതിലേക്കൊന്നും പോരുത്, വേഗം പോയി ബൈപ്പാസ് ചെയ്യുക. ബൈപ്പാസ് പറഞ്ഞവരാണെങ്കിൽ വേഗം പോയി ബൈപ്പാസ് ചെയ്യുക, ഇതൊന്നും വിശ്വസിക്കരുത് കേട്ടോ, ഇതൊന്നും ശരിയായില്ല, അങ്ങനെ അവർ പറയുള്ളൂ. ഈവൻ മോട്ടോഇമ്യൂൺ ഒരു ആർത്രൈറ്റിസ് പേഷ്യൻ്റ് പോയി ഡോക്ടർ പറയുന്നുണ്ട് ഈ മരുന്നുകളൊക്കെ കുറച്ചുകൊണ്ട് ഒന്ന് നിർത്താൻ പറ്റും, ഒരു റുമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി ചോദിക്കുകയാണെങ്കിൽ, അല്ല കണ്ടുകൊണ്ടിരിക്കുന്ന റുമറ്റോളജിസ്റ്റിനോട് ചോദിക്കുകയാണെങ്കിൽ, അയ്യോ ഇതൊന്നും നിർത്തിയേക്കരുത്, ഇത് നിർത്തിയാൽ നമുക്ക് ഭയങ്കര പ്രശ്നമാവും എന്നായിരിക്കും അവർ പറയുന്നത്. കാരണം അവർക്ക് ആ രീതിയിലുള്ള നോളജേ ഉള്ളൂ. മോഡേൺ മെഡിസിനിൽ ഒരു ഡോക്ടറും ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വെച്ചിട്ട് എങ്ങനെയാണെന്ന് അവർക്കറിയില്ല,
അവർക്കത് ചിന്തിക്കാൻ തന്നെ പറ്റുകയില്ല. കാരണം ഞങ്ങളുടെയൊക്കെ ബ്രെയിൻ ആ രീതിയിൽ നമ്മൾ MBBSന് കയറുമ്പോൾ 17 വയസ്സ് 18 വയസ്സിൽ നമ്മൾ മെഡിക്കൽ സ്കൂളിൽ ചെല്ലുമ്പോൾ മുതൽ നമ്മൾ ബ്രെയിൻ വാഷ്ഡ് ആണ്. നമ്മൾ ഫാർമസ്യൂട്ടിക്കൽസും സർജിക്കൽസും മാത്രമാണ് അതിൽ പ്രൗഡായിട്ടുള്ളവരാണ്. അവർക്കത് മാറ്റിയെടുക്കാനും ഈവൻ ഇനിയിപ്പോൾ ഈ പോലത്തെ വീഡിയോസ് ഒന്നും കാണാനുള്ള ക്ഷമ അവർക്കുണ്ടാവില്ല. കാരണം അതിലല്ല അവർ വിശ്വസിക്കുന്നത്. അതാണ് അതിനകത്തെ ഇമ്പോർട്ടൻസ്. അപ്പം ആ ഡോക്ടറോട് ചോദിച്ചിട്ട് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡോക്ടറും ക്ലിനിക്കലി ഇതുപോലെയുള്ള ലൈഫ് സ്റ്റൈൽ നിങ്ങൾ പോയി വേണം എക്സസൈസ് നടന്നോ വെയിറ്റ് കുറച്ചോ ഫുഡ് കുറച്ചോ എന്നൊക്കെ പറയും. പക്ഷേ ഇങ്ങനെ എടുത്ത് നമ്മൾ മരുന്ന് കുറയ്ക്കുന്നതിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊന്നും തന്നെ സമ്മതിച്ചെന്നിരിക്കുകയില്ല. അപ്പം നേരത്തെ ചോദിച്ച ആളുടെ ഇതിലും ഈ ലൈവിൽ തന്നെ ആ ചോദ്യം വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇമ്മ്യൂണിറ്റി, ഈ നേരത്തെ പറഞ്ഞ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന്റെ ഇഷ്യൂ തന്നെയാണ്. ഇമ്മ്യൂണിറ്റി, ഓവർ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി മരുന്നില്ലാതെ, ദാറ്റ് ഈസ് സ്റ്റിറോയിഡും HCQസും ഇല്ലാതെ എങ്ങനെയാണ് ഈ ഓവർ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി റിവേഴ്സ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. MCTDയുടെ കാര്യമാണ് ചോദിക്കുന്നത്. അതൊന്ന് ബ്രീഫായിട്ടൊന്ന്. ബേസിക്കലി ഇമ്മ്യൂണിറ്റി വർക്ക് ചെയ്യുന്നത് നമ്മളുടെ ഇമ്മ്യൂണിറ്റിയുടെ സെൻറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ബോൺ മാരോ, മജ്ജയാണ്. മജ്ജയ്ക്കകത്താണ് നമ്മളുടെ വൈറ്റ് ബ്ലഡ് സെൽസും റെഡ് ബ്ലഡ് സെൽസും പ്ലേറ്റ്ലെറ്റ്സും ഉണ്ടാക്കുന്നത്. അതിൻ്റെ വൈറ്റ് ബ്ലഡ് സെല്ലാണ് പ്ലേറ്റ്ലെറ്റും എല്ലാം ഇമ്മ്യൂണിറ്റി ആയിട്ട് റിലേറ്റഡ് തന്നെയാണ്, വൈറ്റ് ബ്ലഡ് സെൽസും പ്ലേറ്റ്ലെറ്റ്സും. ഇപ്പം നമ്മൾ ഈ സ്റ്റിറോയിഡ്സ് ഒക്കെ, നമ്മളെ സ്റ്റിറോയിഡ്സും ഈ മരുന്നുകളെല്ലാം ഞാൻ പറഞ്ഞില്ല, മെത്തോട്രെക്സേറ്റ് ആണ് നമ്മൾ വൺസ് HCQൻ്റെ ഒക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത്. HCQ ഒരു ജനറൽ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി, അതിന് വലിയ ഇഫക്റ്റ് ഒന്നുമില്ല, അത്ര വലിയ സ്ട്രോങ് ഒന്നുമല്ല. പക്ഷേ അതിനും സ്ട്രോങ് ഒന്നും ഇല്ലല്ലോ, അതിന് ഇഷ്ടംപോലെ സൈഡ് എഫക്റ്റ് വരുത്താം. ഈവൻ നമ്മുടെ കാഴ്ചയും അങ്ങനത്തെയൊക്കെ വരാം. HCQ ഒക്കെ ഉപയോഗിക്കുന്നവർ കണ്ണിടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. പലരും കണ്ണിന് പ്രശ്നം വരുന്നു എന്ന് കണ്ടുകൊണ്ട് അത് നിർത്തേണ്ട വരാറുണ്ട്. പിന്നെയുള്ളൂ മെത്തോട്രെക്സേറ്റ്. മെത്തോട്രെക്സേറ്റിൻ്റെ ഏറ്റവും വലിയ സൈഡ് എഫക്റ്റ് ഇമ്മ്യൂണോ സപ്രഷൻ വരും, അതായത് ബോൺ മാരോ സപ്രഷൻ വരും. വൈറ്റ് ബ്ലഡ് സെൽസ് കുറഞ്ഞു പോകും. വൈറ്റ് ബ്ലഡ് സെൽസ് തീരെ കുറഞ്ഞു പോയാൽ നമുക്ക് അറിയാമല്ലോ, ഇൻഫെക്ഷൻ വന്ന് നമ്മൾ മരിച്ചു പോകാം. അതുപോലെ ക്യാൻസർ വരാനുണ്ട്. അതുകൊണ്ട് ഈ ഇത്തരം മരുന്നുകൾ എടുക്കുന്നവർക്കൊക്കെ ഇൻഫെക്ഷൻ വരാനുള്ള ക്യാൻസർ വരാനുള്ള പോസിബിലിറ്റി കൂടുതലായിരിക്കും. പിന്നെ എടുക്കുന്ന ഇമ്മ്യൂണോ സപ്രസൻ സ്റ്റിറോയിഡ്സ് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഇമ്മ്യൂണിറ്റി മൊത്തമായിട്ടങ്ങ് മരവിപ്പിക്കുക ചെയ്യുന്നത് സ്റ്റിറോയിഡ്സ് വരുന്നത്. അപ്പോൾ അവിടെയും ക്യാൻസറിൻ്റെ പോസിബിലിറ്റി മറ്റതും കൂടും. ശരിയാണ്, നമുക്കൊരു ആശ്വാസം കിട്ടും. ഇമ്മ്യൂണിറ്റി കൂടിയത് കൊണ്ടാണല്ലോ നമ്മളുടെ തന്നെ സെല്ല് പോയി നമ്മളുടെ ജോയിൻറ്റിനെ അറ്റാക്ക് ചെയ്യുന്നതാണല്ലോ. ജോയിൻറ്റിനെയോ ഏത് അവയവത്തെയാണോ ഓട്ടോ ഇമ്മ്യൂൺ ബാധിച്ചിരിക്കുന്നത് ആ അവയവത്തെ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് വരുന്നത്. അപ്പം നമ്മൾ ലൈഫ് സ്റ്റൈലിൽ കൂടി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കറക്ഷൻ നോക്കുമ്പം നമ്മൾ ഈ പാരാമീറ്റേഴ്സ് എല്ലാം നമ്മൾ നോക്കും. അതായത് എന്തോരമാണ് ഇവരുടെ ഓട്ടോ ഇമ്മ്യൂൺ ആൻറ്റിബോഡീസ് നോക്കാവുന്ന. ആർത്രൈറ്റിസിനൊക്കെയാണ് ആർത്രൈറ്റിസ് പാനലായിട്ട് നമുക്ക് കുറേ CCP അങ്ങനത്തെ ഉണ്ട്. തൈറോയിഡിനാണ് ATG TPO എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൻറ്റിബോഡീസ് ഉണ്ട്. അതിലേതൊക്കെയാണ് എന്ന് നോക്കി കൂടിയിരിക്കുന്നതെന്ന് നോക്കും, ഫങ്ഷൻ എങ്ങനെയാണെന്ന് നോക്കും. പിന്നെ നമ്മളുടെ ഫുഡ് തന്നെ പലതും നമ്മളുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഏതൊക്കെ ഫുഡാണ് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നത്, അവിടെ ഇമ്മ്യൂണോജനിക് ആയിട്ടുള്ള ഫുഡ് ഏതാണെന്ന് നോക്കും. അപ്പോൾ അതെല്ലാം അങ്ങനത്തെ ഫുഡൊക്കെ ഒഴിവാക്കി നമ്മളുടെ ഈ ഇമ്മ്യൂണിറ്റി കൺട്രോൾ ചെയ്യുന്നത് മെയിൻലി ആരാ, omega-3 omega-6. omega-6 ആണ് ഇൻഫ്ലമേറ്ററി, അതാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതായത് ഓവർ റിയാക്റ്റീവ് ആവുക. omega-6 ആവശ്യത്തിന് വേണം, അത് ഡിഫൻസാണ്. പക്ഷേ ഈ ഡിഫൻസ് പോയി നമ്മളുടെ ആഭ്യന്തര യുദ്ധമായിരിക്കുക. നമ്മുടെ പട്ടാളക്കാർ നമ്മളെ സംരക്ഷിക്കാൻ, നമ്മളെ അതിർത്തി സംരക്ഷിക്കാനും നമ്മളുടെ പുറത്തുനിന്നുള്ള അറ്റാക്കിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മുടെ പട്ടാളക്കാർ നമ്മുടെ സിറ്റിസൻസിനെ തന്നെ വെടിവെക്കാൻ തുടങ്ങിയാലത്തെ സിറ്റുവേഷൻ എന്താ, അതാണ് ഈ ഓട്ടോ ഇമ്മ്യൂണിന് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം നമ്മളുടെ ഈ ന്യൂട്രീഷൻ തെറ്റിയിട്ടുണ്ട്, നമ്മൾ കഴിക്കുന്ന ഫുഡ് ശരിയാകാതെ വരുന്നുണ്ട്, നമ്മുടെ ബോഡിയിൽ ടോക്സിൻസ് അടിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്ത് അതിൽ ഏറ്റവും പ്രധാനം omega-3 6 റേഷ്യോ കറക്റ്റ് ചെയ്യണം. നമ്മളുടെ ഇപ്പോൾ കഴിക്കുന്ന ഈ കശുവണ്ടി, കപ്പലണ്ടി, ബദാം ഇതൊക്കെ നമ്മളൊരു ഹെൽത്തിന് വേണ്ടിയിട്ട് കഴിക്കുന്ന ഫുഡാണ്. പക്ഷെ അതിലെല്ലാം omega-6 വെരി ഹൈയാണ്. നമ്മൾ കഴിക്കുന്ന ഇന്നത്തെ ബേസിക് ഫുഡിനകത്ത് omega-3 തീരെ കുറവും omega-6 വെരി ഹൈയുമാണ്. അപ്പം നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ, ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊപ്പോർഷൻ കറക്റ്റ് ചെയ്യുക. അതുകൊണ്ടാണ് വളരെ ഫാസ്റ്റ് റിസൾട്ടും കിട്ടുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ വളരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല പേഷ്യൻസിനും ഒരു 8th ഡേ ആകുമ്പോഴേക്കും വരുമ്പോൾ തന്നെ നല്ല ആശ്വാസം വന്നിട്ടുണ്ടാവുന്നുള്ളതാണ്.
എന്നിരുന്ന് എല്ലാം മാറുമെന്നല്ല. കാരണം ഡോക്ടർ പറഞ്ഞു ഇപ്പൊ ഇതിനകത്ത് കേട്ടു നല്ല ആശ്വാസം വന്നു, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഒരാഴ്ച കൊണ്ട് മാറുമെന്ന് പ്രതീക്ഷിക്കരുത്. പക്ഷെ ഒരു ആശ്വാസം കിട്ടും. അതായത് എന്തൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നോ അതിനേക്കാളും ഒരു സാധാരണ നിലയിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ഇതിൽ അവർ പറഞ്ഞതും നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് എല്ലാം കൂടെ ആണെങ്കിൽ യൂഷ്വലി നല്ല ഒരു ആശ്വാസം 1 to 2 വീക്സ് തന്നെ കിട്ടും. മിക്കവാറും നമ്മൾ ഇപ്പം ഈ മെത്തോട്രെക്സേറ്റും HCQയും പ്രഗ്നൻസ് ഡെഫാക്കോട്ട് ഇതൊക്കെയാണ് സാധാരണ കാണുന്നത്. പിന്നെ ഉണ്ട് MMF, ഇതൊക്കെ ഈ മരുന്നുകളൊക്കെയാണ് ഞാൻ സാധാരണ പ്രിസ്ക്രൈബിങ് കാണാറുള്ളത്. പിന്നെ ഉണ്ട് ചിലർ വീക്ക്ലി ഓർ മന്ത്ലി ഒക്കെ ചില ഓട്ടോ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് മരുന്നുകൾ വെരി എക്സ്പെൻസീവ് ആയിട്ടുള്ള എടുക്കുന്നുണ്ട്. ഇവരുടെ എല്ലാ മരുന്നുകളും നമ്മൾ പതുക്കെ കുറച്ചുകൊണ്ട് വന്ന് നിർത്താനും കൂടെ പറ്റുന്നുണ്ട്. മിക്കവാറും പേര് വിതിൻ 3 to 6 months നമ്മൾ മരുന്നുകളെല്ലാം 6 months വരെ പോകാറില്ല, നമ്മൾ 3 months കൊണ്ട് തന്നെ മരുന്നുകൾ നിർത്താൻ പറ്റുന്ന എല്ലാം നിർത്തണമെന്നുള്ളതാണ്. പിന്നെ നമ്മൾ എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അന്നേരം നമ്മൾ മരുന്ന് വേസ്റ്റ് ആ സമയത്ത് മാത്രം ഒരു ഷോർട്ട് ടൈമിന് മാത്രം കഴിക്കാൻ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതും കൂടെ പറഞ്ഞു. ഇപ്പം ഇത് ക്രിസ്മസും ന്യൂ ഇയർ സീസണും ആയതുകൊണ്ട് സ്പെസിഫിക്കലി അത് ഓറിയൻറ്റഡ് ആയിട്ട് അടുത്ത സെഗ്മെന്റ് ഈ കേരള ഫുഡ് ടേക്ക് അവേ എന്ന് ഉദ്ദേശിച്ചാണ്. അപ്പം ഈ സീസണിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു അഡ്വൈസ് കൊടുക്കാനായിട്ട് ഉണ്ടാവുമോ? നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ക്രിസ്മസ് എന്ന് പറഞ്ഞ് ഒരു സദ്യ കാണുള്ളൂ, അല്ലെ ന്യൂ ഇയർ എന്ന് പറഞ്ഞ് മാക്സിമം പോയാൽ ഒരു ന്യൂ ഇയർ ഇതേ ഉണ്ടാവുള്ളൂ. ഇന്നത്തെ കാലത്ത് അതല്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ കൊച്ചിയിലൊക്കെ താമസിക്കുന്നവർക്കും എനിക്ക് തോന്നുന്നു ഈവൻ നാട്ടിൻപുറങ്ങളിൽ പള്ളി അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ടാവും. അത് കൂടാതെ തന്നെ പല അസോസിയേഷനുകൾ ഉണ്ടാകും, ക്ലബ്ബുകൾ ഉണ്ടാകും, ഇതിലെല്ലായിടത്തും സെലിബ്രേഷൻ ഉണ്ടാകും. അപ്പം ഇതെല്ലാം നമ്മൾ പോയി കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സെലിബ്രേഷൻസിലെല്ലാം നമ്മൾ കഴിക്കുമ്പം ഈ ഫാറ്റ് എല്ലാം നല്ല ഫാറ്റി ഫുഡായിരിക്കും. നമ്മൾ കാണുമ്പോൾ ഫ്രൈസ് ഒന്നും അധികം ഇല്ലെങ്കിലും നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഗ്രേവിയിലും എല്ലാം ഭയങ്കരമായിട്ട് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ടാകും. ഇതെല്ലാം ഐദർ ഹൈഡ്രജനേറ്റഡ് ഫാറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലായിരിക്കും. ഏത് വെജിറ്റബിൾ ഓയിലാണെന്ന് പോലും നമുക്ക് അറിയുന്നുണ്ടാവില്ല. വെളിച്ചെണ്ണയ്ക്കൊക്കെ വലിയ വിലയായതുകൊണ്ട് ആരും വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കുന്നുണ്ടാവില്ല ഇതിൽ. അപ്പം ഈ ഈ കാര്യം പിന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മൈദയായിരിക്കും. എന്ത് ഫുഡും ബേക്ഡ് ആയിട്ടുള്ളതാണ് മൈദയായിരിക്കും. പൊറോട്ട മാത്രമല്ല, നമ്മളിന്ന് കഴിക്കുന്ന ബിസ്ക്കറ്റ്, ബ്രെഡ്, ഇതെല്ലാം മൈദ മാത്രമല്ല. അതെന്ന് പറഞ്ഞാൽ ഏറ്റവും ജങ്കായിട്ട് ദർസ് നോ ന്യൂട്രീഷൻ ഇൻ ദാറ്റ്. കാര്യമായിട്ട് ഒരു ന്യൂട്രീഷനും ഉണ്ടാവില്ല. പിന്നെ അതുകൂടാതെ കുറേ അധികം കെമിക്കലുകൾ അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈവൻ ഡയബറ്റോജനിക് ആണ്. അത് അലോക്സാൻ മൈദക്കകത്തുള്ള ഒരു ഒരു കെമിക്കൽ, അതിൻ്റെ ഒരു ഇത് വരുന്നതാണ് അലോക്സാൻ. അത് ശരിക്കും ലബോറട്ടറി ആനിമൽസിലൊക്കെ ഡയബറ്റോജനിക് ആയിട്ട്, അതായത് പരീക്ഷണം നടത്താൻ വേണ്ടി ഡയബറ്റിക് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നാണ്, ഒരു കെമിക്കലാണ്. ഇതിനെയാണ് നമ്മൾ ഇതിനകത്തുണ്ട്. അപ്പം നമ്മൾ കൂടുതൽ കഴിക്കുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ ഹാം ആയിരിക്കും വരുന്നത്. നമ്മൾ എത്ര മിനിമൈസ് ചെയ്യാൻ പറ്റുമോ ഫുഡ് അത്രയും മിനിമൈസ് ചെയ്യാൻ നോക്കാം. ഏറ്റവും കൂടുതൽ നമുക്ക് ശരീരത്തിന് ബെനിഫിറ്റ് കിട്ടാവുന്നത് ഈ പയറുവർഗ്ഗങ്ങൾ, ലീഫി വെജിറ്റബിൾസ്, അല്ലാത്ത വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പിന്നെ ഫിഷോ മീറ്റോ കഴിക്കുന്നവർക്ക് അതും ആകാം. പക്ഷെ അതും ക്ലീനാണ്. നമ്മൾ ഈ എന്താ ഫോർമാലിനിട്ട മീനൊക്കെ നമ്മുടെ ക്യാൻസർ മുതൽ എല്ലാത്തിനും വരുത്താം. കാരണം അതും നമ്മുടെ സിസ്റ്റത്തെ ഡാമേജ് ചെയ്യും. അതുപോലെ വിഷമില്ലാത്ത ഫിഷോ മീറ്റോ കിട്ടുകയാണെങ്കിൽ അത് കഴിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പം ഏറ്റവും ഒന്ന് മോഡറേഷൻ നോക്കുക. നമ്മൾ സദ്യകളെല്ലാം പോയാൽ അത് മുഴുവൻ ഫുള്ള് സ്റ്റൊമക്ക് കഴിക്കുക എന്നുള്ളതല്ല, പേരിന് മാത്രം കഴിച്ച് കല്യാണങ്ങൾക്കൊക്കെ ആണെങ്കിലും പോയാൽ. പക്ഷെ എല്ലാവരും ഇപ്പം ഈ ഫുഡിനോടുള്ള ക്രേവിങ് കൂടാനുള്ള ഒരു തരം കാര്യം, എല്ലാവർക്കും ഭയങ്കര ഫുഡ് ക്രേവിങ് ആണ്. അപ്പം ഒന്ന് ഈ സ്മെല്ലും എല്ലാം കൂടെ വെച്ച് നമ്മളെ ഒന്ന് അഡിക്റ്റിംഗ് ഫോമിങ് ആക്കുന്നു. രണ്ടാമതായിട്ട് ഈ നമുക്ക് പല ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പം നമ്മളുടെ ബോഡി തന്നെ ക്രേവ് ചെയ്യും, എന്ത് കണ്ടാലും കഴിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ പേഷ്യൻസ് തന്നെ പറയാറുണ്ട്, ഒരു കുറച്ച് നമ്മൾ ഈ ന്യൂട്രീഷൻ എല്ലാം കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 2 ആഴ്ച 1 മാസമൊക്കെ ആകുമ്പോഴേക്കും പറയും, ഡോക്ടർ എനിക്ക് പഴയ പോലെ ഇപ്പോൾ കഴിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വേണ്ട, കഴിക്കണ്ട. പക്ഷെ ആ ഒരു നിലയിൽ എത്തണം. നമ്മുടെ ബോഡിയിൽ വേണ്ട ന്യൂട്രീഷനൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബ്രെയിൻ പറയുകയല്ല അതെല്ലാം കഴിക്കുക വേണമെന്ന് പറയുകയല്ല. പിന്നെ അത്ര സ്മെല്ലും അത്ര ഒരു അറ്റ്മോസ്ഫിയറും ഒക്കെ വന്നു കഴിയുമ്പോൾ നാച്ചുറലി നമ്മൾ ഒരു പ്ലഷറാണല്ലോ ഭക്ഷണം കഴിക്കുന്നതിന്. നമ്മുടെ ഓൾ 5 സെൻസസും നമ്മൾ ഉപയോഗിച്ച് കളറും കണ്ണും ചെവിയും മൂക്കും സ്മെല്ലും അതുപോലെ ടേസ്റ്റും ഈവൻ സെൻസസ് നമ്മൾ വെരി സോഫ്റ്റ് എന്നല്ലേ ഓരോന്നിൻ്റെ ഫുഡിൻ്റെ ടെക്സ്ചർ പോലും ഉണ്ടല്ലോ. അപ്പം നമ്മൾ നാച്ചുറലാണ് ഭക്ഷണത്തിനോട് അട്രാക്ഷൻ വരുന്നത് ഒരു ഹെൽത്തി മനുഷ്യന് ഇതാണ്.
പക്ഷെ കഴിക്കാൻ തുടങ്ങുമ്പം ഞാൻ ഈ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിലേക്ക് വന്നു കഴിയുമ്പം അവർക്ക് തന്നെ ഈ കെമിക്കൽ ഇങ്ങനെ പല ഇതുമൊക്കെ ഇട്ട് സാധനങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കുറയുന്നതായിട്ടാണ്. അടുത്ത സെഗ്മെന്റ് മിത്ത് ഓഫ് ദ വീക്ക് എന്നുള്ള രീതിയിൽ ജനറലി നേരത്തെയൊക്കെ എല്ലാവരും വിചാരിച്ചത് ഇങ്ങനെ കൂർക്കം വലിച്ച് ഉറങ്ങുക എന്ന് പറയുന്നത് നല്ല ഉറക്കമായിട്ട് ആണ് കണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്? പണ്ട് നല്ല കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുക എന്ന് പറയുന്നത് നമ്മളൊരു നല്ല ഉറക്കത്തായിട്ട് ഡെഫിനറ്റ്ലി പറഞ്ഞിരുന്നതാണ് ഒരു കാലഘട്ടത്തിൽ. പക്ഷെ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു സിക്കായിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഈ കൂർക്കം വലി വരുന്നത്. അത് സിക്നെസ്സിൻ്റെ ലക്ഷണമാണ്. അപ്പം ജലദോഷമോ എന്തെങ്കിലും മൂക്കടഞ്ഞ് കിടന്ന് ഉറങ്ങുന്ന ഒരാൾക്ക് ഇത് വരാം, മൂക്കടവ്, അല്ലെ തൊണ്ട അടഞ്ഞിരിക്കും, തൊണ്ടയിൽ ഒരു ഫാരിഞ്ചൈറ്റിസോ ടോൺസിലൈറ്റിസോ മൂക്കടവോ ഒക്കെ ഉള്ളപ്പോൾ വരാം. അതാണ് സാധാരണ ഉള്ള ഒരു അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ഥിരം കൂർക്കം വലി അല്ലാത്തത്. പിന്നെ സ്ഥിരം കൂർക്കം വലി എന്ന് പറയുമ്പം നമുക്കിപ്പം ഒബേസിറ്റി കൂടി വരുവാണല്ലോ, ഓവർ വെയിറ്റ് വരുമ്പം നമ്മുടെ ഈ കഴുത്തിന് ചുറ്റും ഫാറ്റ് അടിയും. അപ്പം അതുപോലെ തന്നെ അപ്പം നമ്മുടെ ആ ഉള്ളിലെ മസിൽ, അതായത് തൊണ്ടയിലെ മസിലിന് സ്ട്രെങ്ത് കുറഞ്ഞു വരും. കൊണ്ട് അതിനകത്ത് കൊഴുപ്പും കൂടെ അറിഞ്ഞു കഴിയുമ്പോൾ ഈ മസിലിനകത്ത് പോലും പോയി ഫാറ്റ് അടിയും. അപ്പം അതിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരുമ്പം നമ്മൾ ഈ ഉറക്കത്തിലേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ ബ്രെയിൻ ഒരു സപ്രസ്ഡ് ആവും. ബ്രെയിനൊരു സെൻട്രൽ മെക്കാനിസം ഉണ്ട് നമ്മളുടെ ഇത് പിടിച്ചു നിർത്തുന്നത്. അപ്പം അതിൽ ഒരു ഡൗൺ വരുമ്പം ഇതങ്ങ് അടഞ്ഞു പോകും. അപ്പോഴാണ് നമ്മൾ കൂർക്കം വലി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അത് പെട്ടെന്ന് അങ്ങ് നിന്നു പോകും. അതിനാണ് നമ്മൾ സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത്. എന്നിട്ട് പിന്നെ നമ്മളുടെ ഈ ശ്വാസം കിട്ടാതെ വന്നു കഴിയുമ്പോൾ ഓക്സിജൻ കുറഞ്ഞ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടി കഴിയുമ്പോൾ ബ്രെയിൻ വീണ്ടും ആക്ടിവേറ്റഡ് ആവും. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വീണ്ടും നമ്മളുടെ ആ ബ്രെയിൻ നമ്മളെ എഴുന്നേൽപ്പിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് രണ്ട് രീതിയിലാണ്. സെൻട്രൽ സ്ലീപ്പ് അപ്നിയുണ്ട്, അതുപോലെ പെരിഫറൽ നമ്മൾ ഈ ലോക്കൽ പ്രോബ്ലംസ് കൊണ്ടുവരുന്നത്. അപ്പം ഈ കൂർക്കം വലി ഉണ്ടോ അതൊരു രോഗത്തിൻ്റെ ലക്ഷണമാണെന്ന് ഓർക്കണം. കൂർക്കം വലി കൊണ്ട് മാത്രമല്ല, ഈ സൗണ്ട് പോലും നമ്മളുടെ ഈ രക്തക്കുഴലിൽ കൊഴുപ്പടിയാൻ കാരണം കൂട്ടുമെന്ന്. നമ്മളെ കരോട്ടിഡ് ആർട്ടറി ഉണ്ടല്ലോ ബ്രെയിനിലേക്ക് സപ്ലൈ ചെയ്യുന്നത്, അവിടെ കൊഴുപ്പടിഞ്ഞ് നമുക്ക് സ്ട്രോക്ക് വരുത്തണം. അത് കൊഴുപ്പടിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊഴുപ്പിനകത്ത് നിന്ന് വല്ല ലീക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് വരുമല്ലോ. അങ്ങനെ നമ്മുടെ സ്ട്രോക്കിനുള്ള പോലും സാധ്യത കൂട്ടുമെന്ന്. അപ്പം ഈ കൂർക്കം വലി ഉണ്ടെങ്കിൽ അവർക്ക് കൂർക്കം വലി മാത്രമല്ല മറ്റു പല അസുഖങ്ങളും ഉണ്ടാകും. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ എന്നുള്ളത് ഉറപ്പാണ്. ഫാറ്റി ലിവർ ഉണ്ടാകാം, ഒബേസിറ്റി, വെയിറ്റ് കൂടുതലുണ്ടാകാം, പ്രഷറോ ഡയബറ്റീസോ ഒക്കെ ഉണ്ടാകാം അവർക്ക്. കൂർക്കം വലി മാത്രമായിട്ട് വരുന്നത് ഒരു ഷോർട്ട് ടൈം വരുന്നതും അല്ല, ജലദോഷം വരുമ്പോഴോ അങ്ങനെയേ ഉള്ളൂ. അപ്പം കൂർക്കം വലി ഉണ്ടെങ്കിൽ അതൊരു സീരിയസ് ഹെൽത്ത് പ്രോബ്ലം ആയിട്ട് മനസ്സിലാക്കി അത് അപ്പം തന്നെ അത് കറക്റ്റ് ചെയ്യാൻ നോക്കണം. അല്ലാതെ നമ്മൾ ഈ കൂർക്കം വലിച്ച് അവസാനം കരോട്ടിഡ് ആർട്ടറിയൊക്കെ ബ്ലോക്കായി അവസാനം സ്ട്രോക്ക് വന്നിട്ടല്ല നമ്മൾ പോയി പതുക്കെ. ഇപ്പം പണ്ടൊക്കെ നമ്മൾ ഹാർട്ടിൽ മാത്രമേ സ്റ്റെൻറ്റ് ഇടുകയുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഡോക്ടേഴ്സ് എവിടെ വേണമെങ്കിലും എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടോ അവിടെയൊക്കെ ഇടുക എന്നുള്ളതാണ്. അപ്പം ഇപ്പം കരോട്ടിഡ് ആർട്ടറിയിലൊക്കെ സ്റ്റെൻറ്റ് ഇടുന്നത് ഒരു കോമൺ കാര്യമായി മാറിയേക്കുക. പക്ഷെ സ്റ്റെൻറ്റ് ഇട്ടെന്നുകൊണ്ട് നമ്മളുടെ ഇനി ഫ്യൂച്ചറിൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യത കുറയുമെന്നൊന്നും പ്രതീക്ഷിക്കരുത്. കാരണം അവിടെ ഒരിടത്ത് മാത്രമല്ലല്ലോ, ബ്രെയിനിൽ എന്തോരം രക്തക്കുഴലുകൾ, അതിൻ്റെ എല്ലാത്തിലും കൊഴുപ്പടിഞ്ഞിട്ടുണ്ടാകും. ഇവിടെ മാത്രമല്ല. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് സ്റ്റെൻറ്റൊക്കെ ഇടാൻ പല ലിമിറ്റേഷൻസ് ഉണ്ട്. ഇവിടെ തന്നെ ബൈഫർക്കേഷൻ ഉണ്ട്, ആ ഭാഗത്തൊന്നും ഇടാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളല്ല ശരിക്കും ഈ നമ്മളുടെ ഈ കാണുന്ന രോഗങ്ങളെല്ലാം തന്നെ ജീവിതശൈലി രോഗങ്ങളാണ്. അതിൻ്റെ ശരിക്കുള്ള മരുന്ന് ജീവിതശൈലി കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മളൊരു ഫോൾസ് അസംഷനിലാണ് എല്ലാം കറക്റ്റ് ആകുമെന്നും പറഞ്ഞുകൊണ്ട് മരുന്നും ഈ ഓപ്പറേഷനും ഒക്കെ ചെയ്യുന്നത്. അത് വളരെ തെറ്റായിട്ടുള്ള ധാരണയാണ്. ശരിയായ ചികിത്സ എന്ന് പറഞ്ഞാൽ ജീവിതശൈലി കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. രോഗകാരണം മനസ്സിലാക്കി പ്രബുദ്ധരാക്കുക. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രോഗങ്ങളെ മാറ്റുക. കൂടുതൽ ഹെൽത്ത് വീഡിയോകൾക്കും ശാസ്ത്രീയമായ ജീവിതശൈലി ക്രമീകരണ അറിവുകൾക്കുമായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയ ശേഷം ബെൽ ബട്ടൺ അമർത്തുക.